നമസ്കാരം പ്രിയ പ്രേക്ഷകരെ, നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ പടിവാതിക്കൽ എത്തി നിൽക്കുകയാണ് നാട്. പ്രചരണ പരിപാടികളൊക്കെ ഏകദേശം പൂർത്തിയായി വരുന്നു. സീഡിനെറ്റ് ഒരു തെരഞ്ഞെടുപ്പ് വിശകലന പരിപാടിയാണ് അവതരിപ്പിക്കുന്നത്. പോഡ്കാസ്റ്റ് എന്നാണ് പരിപാടിയുടെ പേര്. എന്നോടൊപ്പം ഉള്ളത് മാധ്യമപ്രവർത്തകനായ വൈ ഇർഷാദാണ്. ഇർഷാദേ, നമസ്കാരം. നമ്മൾ പ്രധാനമായും 3 മണ്ഡലങ്ങളാണ് വിശകലനം ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഒരു ഡീപ്പായിട്ടുള്ള വിശകലനമല്ല, ചില പൊതു ട്രെൻഡുകളും കാര്യങ്ങളും ചരിത്രവും ഒക്കെ പറഞ്ഞു പോവുകയാണ്. കായംകുളം, മാവേലിക്കര, ഹരിപ്പാട്, ഈ 3 മണ്ഡലങ്ങളാണ് പ്രധാനമായും. ഓണാട്ടുകരയിലെ ഏറ്റവും പ്രധാനപ്പെട്ട 3 മണ്ഡലങ്ങളെ കേന്ദ്രീകരിച്ചാണ് ഈ വിശകലന പരിപാടി മുന്നോട്ട് പോകുന്നത്. താങ്ക് യു ശ്രീനി. നമ്മൾ സീഡിനെറ്റ് ഓണാട്ടുകരയുടെ ഒരു ശബ്ദമാണ്. ഓണാട്ടുകരയുടെ പ്രധാനപ്പെട്ട 3 നിയമസഭാ മണ്ഡലങ്ങളും അതിൻ്റെ സമീപ നിയോജക മണ്ഡലങ്ങളെയും കുറിച്ചുള്ള ഒരു ഓട്ടപ്രദക്ഷിണം, ഒരു കേവലമായ ഒരു അവലോകനം ആണ് ഈ തെരഞ്ഞെടുപ്പ് അവലോകന പരിപാടി പോഡ്കാസ്റ്റിലൂടെ നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. നമുക്കറിയാം, വളരെ പരിമിതമായ സമയം മാത്രമാണ് ഈ തെരഞ്ഞെടുപ്പിൽ എല്ലാ പൊളിറ്റിക്കൽ പാർട്ടികൾക്കും ലഭ്യമായത്. അതുകൊണ്ട് തന്നെ വോട്ടിംഗ് എന്ന ഈ എത്താൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് വോട്ടർമാരെ എത്തിക്കുന്നതിൽ പോലും വേണ്ട വിധത്തിൽ പ്രവർത്തന നിരതരാകുവാൻ നമ്മുടെ രാഷ്ട്രീയ പാർട്ടികൾക്കൊന്നും സാധ്യമായിട്ടില്ല. ഇപ്പോൾ സോഷ്യൽ മീഡിയയുടെ സജീവമായ കാലത്ത് മാധ്യമങ്ങളിലൂടെയുള്ള വലിയ പ്രചാരവേലകൾ മാത്രമാണ് യഥാർത്ഥത്തിൽ നടന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ തെരഞ്ഞെടുപ്പ് വിശകലനങ്ങളും തെരഞ്ഞെടുപ്പ് പ്രവചനങ്ങളും എല്ലാം മിക്ക മണ്ഡലങ്ങളിലും ഒരു ചടങ്ങ് നിർവഹണമായിട്ടാണ് നടന്നിട്ടുള്ളത്. ഒരു പരിധിവരെ ഒരു പ്രവചനാതീതമാണ് പലയിടത്തെയും സ്ഥിതി എന്നാണ്. മാത്രമല്ല, പല തെരഞ്ഞെടുപ്പ് പ്രവചനങ്ങളും സർവേകളും എല്ലാം വളരെ വിചിത്രമാണ്. പ്രാദേശികമായി നമ്മൾ അന്വേഷിക്കുമ്പോൾ ആ നിലയ്ക്കല്ല പല സ്ഥലത്തും അത് യാഥാർത്ഥ്യബോധത്തോടെ നമ്മൾ ആ വിഷയത്തെ കണ്ട. ഏതായിരുന്നാലും നമ്മൾ ഓണാട്ടുകരയിലെ 3 നിയോജക മണ്ഡലങ്ങളുടെ വിവരങ്ങൾ ഒന്ന് പരതുകയാണ്. ആദ്യമായി നമ്മൾ പോകുന്നത് കായംകുളം നിയോജക മണ്ഡലത്തിലേക്കാണ്. കായംകുളം നിയോജക മണ്ഡലം നമ്മുടെ സ്വന്തം മണ്ഡലം. സീഡിനെറ്റിൻ്റെ റീച്ച് ഏരിയയിലെ ഏറ്റവും പ്രധാനപ്പെട്ട നിയോജക മണ്ഡലമാണ് കായംകുളം. കായംകുളം നിയോജക മണ്ഡലത്തിൽ ഇക്കുറി 2016 ഒരു ആവർത്തനം എന്ന് വേണമെങ്കിൽ പറയാം. അഡ്വക്കേറ്റ് യു പ്രതിഭയാണ് ഇപ്പോഴത്തെ എം എൽ എ തന്നെയാണ് നിലവിൽ LDF ഫീൽഡിൽ ഇറക്കിയിട്ടുള്ളത്. 10 വർഷത്തെ ഈ മണ്ഡലത്തിലെ പ്രവൃത്തി പരിചയം, ആളുകൾക്ക് ഇടയിലുള്ള ചിരപരിചിതയായ MLA തന്നെയാണ് മത്സരിക്കുന്നത് എന്നതിൻ്റെ അഡ്വാൻറ്റേജ് സ്വാഭാവികമായും LDF അതേ അവസരത്തിൽ എതിരാളിയായി UDF രംഗത്തിറക്കിയിട്ടുള്ളത് ഏറ്റവും ശക്തനായ ഒരു ആളെ തന്നെയാണ് 2016 അതെ, അഡ്വക്കേറ്റ് ലിജു. എനിക്ക് തോന്നുന്നു ഒരു ജനപ്രതിനിധി അല്ലെങ്കിൽ തന്നെ കേരളത്തിൽ ചിരപരിചിതനാണ്. മാധ്യമ ചർച്ചകളിലെല്ലാം എപ്പോഴും പ്രത്യക്ഷപ്പെടുന്ന, മാത്രമല്ല UDF രാഷ്ട്രീയത്തിൻ്റെ ഒരു മുഖമാണ്. UDF എനിക്ക് കോൺഗ്രസിൻ്റെ ഒരു ഇന്റലക്ച്വൽ ക്യാപിറ്റൽ അതെ എന്ന് വേണമെങ്കിൽ പറയാം. അവരുടെ ഒരു ബൗദ്ധിക മൂലധനമാണ്. കോൺഗ്രസിന്റെ സംഘടനാ രംഗത്ത് വൈസ് പ്രസിഡന്റ്, KPCC വൈസ് പ്രസിഡന്റ് ആയിരുന്നു. വലിയ പൊസിഷനിൽ ഇരുന്ന ആളാണ്. ഇപ്പോൾ KPCC വൈസ് പ്രസിഡന്റ് ആണ്. അതെ, KPCC വൈസ് പ്രസിഡന്റ്, കോൺഗ്രസിന്റെ സംസ്ഥാന പ്രസിഡന്റ്, രാഷ്ട്രീയകാര്യ സമിതി അംഗമായിരുന്നു, DCC പ്രസിഡന്റ് ആയിരുന്നു. ആ നിലയ്ക്കെല്ലാം ആളുകൾക്ക് ചിരപരിചിതനായിട്ടുള്ള അഡ്വക്കേറ്റ് ലിജു ആണ് എതിരാളിയായിട്ട് UDF രംഗത്തിറക്കിയിട്ടുള്ളത്. അതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട മത്സരാർത്ഥി എന്നുള്ളത് BDJS ആണ്. NDAയുടെ ഭാഗമായിട്ട് ഘടകകക്ഷിയായ BDJSന്റെ സ്ഥാനാർത്ഥി, BDJSന്റെ തമ്പി മേട്ടുതറയാണ് രംഗത്തുള്ളത്. ഇവരാണ് പ്രധാനമായും 3. തമ്പി മേട്ടുതറ കായംകുളം സ്വദേശി തന്നെയാണ്. അതെ, മുൻപ് CPIയുടെ ഭാഗമായിരുന്നു. ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റായിട്ടൊക്കെ പ്രവർത്തിച്ചിരുന്ന ആളാണ്. അതെ, ഏറെക്കാലമായി അദ്ദേഹം BDJSലാണ്. അതെ, CPIക്കാരനായിരുന്നു. അദ്ദേഹം പാർട്ടി മാറിക്കൊണ്ട് BDJSലേക്ക് ചേരുകയാണ് ചെയ്തത്. അദ്ദേഹത്തിന്റെ 2ാം അംഗമാണ് ഈ നിയമസഭ. കഴിഞ്ഞ തവണ കുട്ടനാട്ടിലാണ് അദ്ദേഹം തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചത്. യു പ്രതിഭയെ സംബന്ധിച്ചിടത്തോളം ഒരു വിജയയാത്രയാണ് അവരുടെ ഒരു പ്രത്യേകത. ഒരു തകഴിയിൽ നിന്ന് ജില്ലാ പഞ്ചായത്തിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടിരുന്നു. ഗ്രാമപഞ്ചായത്ത് അംഗമായിരുന്നു. പിന്നീട് ജില്ലാ പഞ്ചായത്തിലേക്ക് മത്സരിച്ചു. ജില്ലാ പഞ്ചായത്തിൽ തിരഞ്ഞെടുക്കപ്പെട്ടു. അവർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റായി.
അതിനുശേഷമാണ് CK സദാശിവൻ 2 വർഷം തുടർച്ചയായി ഏതാണ്ട് 2016 മുതൽ 2006 ശേഷം 2006 കായംകുളം നിയമസഭ LDF അല്ലാതെ മറ്റൊരു മുന്നണിയെ തിരഞ്ഞെടുക്കപ്പെട്ടിട്ടില്ല. 2006 മുതൽ തുടർച്ചയായി 20 വർഷമായി LDF അധികാരത്തിലിരിക്കുന്ന നിയോജക മണ്ഡലം. പക്ഷേ മുൻപ് അങ്ങനെയല്ലായിരുന്നു. മുൻപ് മാറി മാറി വരുന്ന വളരെ പ്രഗത്ഭരായിട്ടുള്ള ജനപ്രതിനിധികൾ നമുക്കുണ്ടായിട്ടുണ്ട്. പക്ഷെ അവരെല്ലാം പരാജയപ്പെട്ട് അടുത്ത ആളെ തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട്. പിന്നെ ഇടയ്ക്കൊരു ഒരു പ്രത്യേകത ഉണ്ടായിരുന്നു. അതായത് നമ്മളുടെ കായംകുളത്തെ MLA എപ്പോഴും ഭരണകക്ഷിയുടെ ഭാഗമായിട്ട് വരുന്ന ഒരു ട്രെൻഡ് ഉണ്ടായിരുന്നു ഇടയ്ക്ക് കുറേ കാലം. അപ്പോൾ ഈ പ്രാവശ്യം ആ ട്രെൻഡ് തുടരുമോ എന്നുള്ളതൊക്കെ നമുക്ക് കാത്തിരുന്ന് കാണണം. ഏപ്രിൽ 9 വരെ അതിന് കാത്തിരിക്കേണ്ടി വരും. നമ്മുടെ കായംകുളം നിയമസഭാ നിയോജക മണ്ഡലം അത്യാവശ്യം വലിയ ഏരിയയിലുള്ള ഒരു നിയമസഭാ മണ്ഡലമാണ്. കൊല്ലം ജില്ലയുമായി പ്രധാനമായിട്ടും അത് അതിർത്തി പങ്കിടുന്നു. കൊല്ലം ജില്ല പത്തനംതിട്ട ജില്ലയുടെ പ്രാന്തപ്രദേശങ്ങളുമായിട്ടും അതിർത്തി പങ്കിട്ട് പോകുന്നുണ്ട്. അങ്ങനെയാണ് ഈ ജില്ലയുടെ നമ്മുടെ കായംകുളം നിയമസഭാ നിയോജക മണ്ഡലത്തിൻ്റെ ഒരു കിടപ്പ്. പിന്നെ വലിയ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ 2 താലൂക്കുകളിലെ പഞ്ചായത്തുകൾ ഈ കായംകുളം നിയമസഭാ നിയോജക മണ്ഡലത്തിൻ്റെ ഭാഗമാകുന്നുണ്ട്. അതൊരു അപൂർവതയാണ്. അതായത് മാവേലിക്കര താലൂക്കിൻ്റെയും കാർത്തികപ്പള്ളി താലൂക്കിൻ്റെയും കീഴിൽ വരുന്ന പ്രദേശങ്ങൾ. എന്നാലും ഭൂരിപക്ഷവും കാർത്തികപ്പള്ളി താലൂക്കിൻ്റെ പ്രദേശങ്ങളാണ് ഉള്ളത്. പൊതുവിൽ കായംകുളം നിയോജക മണ്ഡലത്തെ സംബന്ധിച്ചിടത്തോളം ഞാൻ നേരത്തെ തന്നെ സൂചിപ്പിച്ചു, പ്രവചനത്തിന് പിടിതരാത്ത ഒരു വോട്ടർമാരുടെ ഒരു പ്രത്യേക രീതി അതിനകത്തുണ്ട്. പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിൽ എപ്പോഴും UDFനെ തുണയ്ക്കുകയും അതേസമയം നിയമസഭാ തെരഞ്ഞെടുപ്പിലാവട്ടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പാവട്ടെ ഇതിലെല്ലാം LDFനെ തുണയ്ക്കുകയും ചെയ്യുന്ന ഒരു രീതിയാണ് കായംകുളം എപ്പോഴും. കൃത്യമായ പൊളിറ്റിക്കൽ ഫൈറ്റ് നടക്കുന്ന ഒരു മണ്ഡലമാണ് കായംകുളം. കാരണം എന്ന് വെച്ചാൽ വലിയൊരു ഭൂരിപക്ഷം അങ്ങനെ വന്നിട്ടില്ല. ഒരു 15,000-ൽ താഴെ ആ രീതിയിൽ നിൽക്കുന്ന ഒരു ഭൂരിപക്ഷമാണ് ഭൂരിപക്ഷ സമയങ്ങളിലും കായംകുളത്ത് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അപ്പം നമുക്ക് കായംകുളം മണ്ഡലത്തിൻ്റെ ആ ഒരു സ്ട്രക്ചർ ഒന്ന് പരിശോധിച്ചാൽ കായംകുളം നഗരസഭ അതാണ് ഉൾപ്പെടുന്നു പ്രധാനമായിട്ടുള്ളത്. പിന്നെ സമീപ പഞ്ചായത്തുകൾ ദേവികുളങ്ങര, കണ്ടല്ലൂർ, കൃഷ്ണപുരം, ചെട്ടികുളങ്ങര, പത്തിയൂർ, ഭരണിക്കാവ്, ഇത്രയും മണ്ഡലം. ഏകദേശം 7 തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ, ഒരു നഗരസഭയും 6 പഞ്ചായത്തുകളും ചേരുന്നു. ഒരു നഗരസഭയും 6 പഞ്ചായത്തുകളും ചേരുന്നതാണ്. ഇതിൽ ഇക്കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ആണ് ഒരു മാറ്റം യഥാർത്ഥത്തിൽ സംഭവിച്ചത്. കായംകുളം നഗരസഭ UDFന് തിരിച്ചു പിടിക്കുകയുണ്ടായി. ദീർഘകാലത്തെ 10 വർഷത്തിൽ LDF ഭരണത്തിന് ശേഷം UDF കായംകുളം നഗരസഭ തിരിച്ചു പിടിക്കുകയുണ്ടായി. ഒപ്പം ഉള്ള UDFൻ്റെ മറ്റൊരു പഞ്ചായത്ത് എന്ന് പറഞ്ഞാൽ ഏക പഞ്ചായത്ത് ആണ് UDF ഭരിക്കുന്നത്. അത് കൃഷ്ണപുരമാണ്. ബാക്കി എല്ലാ പഞ്ചായത്തുകളും LDF തന്നെയാണ് വീണ്ടും അധികാരത്തിൽ എത്തിയത്. മുൻപ് അതായത് 2020 തെരഞ്ഞെടുപ്പിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപന തെരഞ്ഞെടുപ്പിൽ കണ്ടല്ലൂരും കൃഷ്ണപുരവും UDFനൊപ്പം നിന്നു. ഈ പ്രാവശ്യം 2025 തെരഞ്ഞെടുപ്പിൽ കണ്ടല്ലൂർ LDFനൊപ്പം നിന്നു. അപ്പം അങ്ങനെ ഒരു മാറ്റം. പൊതുവിൽ ഇടതുപക്ഷത്തിന് ഈ മണ്ഡലത്തിൻ്റെ സ്ട്രക്ചറും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ നിലയും പരിശോധിച്ച് കഴിഞ്ഞാൽ LDFന് ഒരു മുൻതൂക്കമുള്ള മണ്ഡല പുനർനിർണ്ണയം വന്ന് ചെട്ടികുളങ്ങര കൂടി ഇങ്ങോട്ട് ചേരുകയും മുതുകുളത്തിൻ്റെ കുറച്ച് ഭാഗം ഹരിപ്പാട് നിയോജക മണ്ഡലത്തിലേക്ക് പോകുകയും ചെയ്തപ്പോൾ ഭരണിക്കാവ് കൂടി വന്നപ്പോൾ മാവേലിക്കരയിൽ നിന്ന് ഭരണിക്കാവിൻ്റെ ഭാഗം കൂടി അതായത് ഇലിപ്പക്കുളം അടങ്ങുന്ന ഭരണിക്കാവ് കൂടി കായംകുളം നിയോജക മണ്ഡലത്തിലേക്ക് ചേർന്നപ്പോൾ അത് കൂടുതൽ LDFന് പ്രോമിനൻസ് ഉള്ള ഒരു പ്രദേശമായി മാറി. അതേ അവസരത്തിൽ വളരെ വിചിത്രമായൊരു കാര്യം കഴിഞ്ഞ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പാണ്. കഴിഞ്ഞ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ KC വേണുഗോപാലും അതുപോലെ തന്നെ നിലവിൽ MP ആയിരുന്ന AM ആരിഫും ശോഭ സുരേന്ദ്രൻ എന്ന BJP വലിയ കേരളം ശ്രദ്ധിച്ച ഒരു മത്സരം തെരഞ്ഞെടുപ്പായിരുന്നു. അതിൽ കായംകുളം ഉൾപ്പെടുന്ന കായംകുളം നിയോജക മണ്ഡലം ഉൾപ്പെടുന്ന സെക്ടർ KC വേണുഗോപാലിനായിരുന്നു ഭൂരിപക്ഷം ഉണ്ടായിരുന്നത്. അതേസമയം 2ാം സ്ഥാനത്തേക്ക് വന്നത് താഴെ തന്നെ 2500-ഓളം വോട്ടിൻ്റെ മാത്രം വ്യത്യാസത്തിൽ ശോഭ സുരേന്ദ്രൻ ആയിരുന്നു 2ാം സ്ഥാനം വന്നത്. ഏതാണ്ട് 5200-ഓളം വോട്ടിൻ്റെ വ്യത്യാസത്തിൽ 3ാം സ്ഥാനത്തായിരുന്നു AM ആരിഫ് ഉണ്ടായിരുന്നു. അപ്പോൾ ആ നിലയ്ക്ക് നോക്കുമ്പോൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒരു പിടിതരാത്ത ഒരു
പ്രവചനത്തിന് പിടിതരാത്ത ഒരു സംഭവമാണ്. അതേസമയം വോട്ടർമാരെ സംബന്ധിച്ചിടത്തോളം വളരെ സെൻസിബിൾ ആണ്. അവർക്ക് പാർലമെന്റിലേക്ക് ആരവിടണം. പിന്നെ കായംകുളം സെക്ടർ എന്ന് പറയുന്നതിലുപരി അങ്ങനെ നോക്കുമ്പോൾ ശരിയാണ്. പക്ഷെ ഈ മണ്ഡലത്തിന്റെ മുഴുവൻ സ്ട്രക്ചറിൽ നോക്കുമ്പോൾ LDFന് നേരിയ മുൻതൂക്കം അന്നും ഉണ്ടായിരുന്നു. പക്ഷേ കായംകുളം സെക്ടർ കേന്ദ്രീകരിച്ച് നോക്കുമ്പോൾ ശോഭാ സുരേന്ദ്രൻ അതൊരു വലിയ, എനിക്ക് തോന്നുന്നു ഒരു വലിയ ഒരു അട്ടിമറി പോലെ വന്ന ഒരു ഫലമായിരുന്നു അത്. പല കാര്യങ്ങൾ ബന്ധപ്പെട്ടിട്ടുണ്ട് അല്ലേ? പാർലമെന്റ് തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ചിടത്തോളം പാർലമെന്റിൽ ഒരു പ്രത്യേകമായ NDAക്ക് ഒരു സ്റ്റേക്ക് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് മാത്രമല്ല, ശോഭാ സുരേന്ദ്രൻ എന്ന് പറയുന്നത് ഒരു മികച്ച കാൻഡിഡേറ്റാണ്, BJPയുടെ ഒരു മികച്ച ക്യാമ്പയിനറാണ്. ആ നിലയ്ക്കാണ് BJPക്ക് വലിയൊരു മുൻതൂക്കം ആ തെരഞ്ഞെടുപ്പിലുണ്ടായത്. ആ മുൻതൂക്കം കാരണം അവർ കായംകുളം നിയോജക മണ്ഡലം കോൺസെൻട്രേറ്റ് ചെയ്യുകയും നിയമസഭയിലേക്ക് കായംകുളത്തു നിന്ന് മത്സരിച്ചാൽ എന്ന് പോലും ആലോചിക്കുകയും തീർച്ചയായിട്ടും കാര്യമായ സമയം കായംകുളത്ത് അവർ ചെലവഴിക്കുകയും ഒക്കെ ചെയ്തിരുന്നു. പക്ഷേ അവർക്ക് കായംകുളത്തേക്കാൾ ഭദ്രം എന്ന് തോന്നിയ മറ്റൊരു മണ്ഡലത്തിലേക്ക് പോവുകയാണ് ചെയ്തത്. ഇതിന് കൃത്യ ഒരു പിക്ചർ നമുക്ക് കൂടുതൽ വ്യക്തമാകുന്നത് 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ ഈ പറഞ്ഞ പോലെ കായംകുളം മണ്ഡലത്തിലെ ആ ഒരു ഫലവും കൂടെ വിശകലനം ചെയ്യുമ്പോൾ അതിൻ്റെ ഒരു പിക്ചർ കൂടുതൽ കൂടെ തെളിയും. അതിൽ പറയുന്നത് 40.9% വോട്ട് അന്ന് എ മാരിഫ് അന്നൊരു ഒരു കനൽ തരിയായിരുന്നു. ഒറ്റ സീറ്റ്. അവിടെ തന്നെ ഒരു നല്ല ഒരു പൊസിഷനിലേക്കായിരുന്നു ആ വോട്ടിംഗ് പാറ്റേൺ. ഷാനിമോൾ ഉസ്മാൻ തൊട്ട് താഴെ ഏകദേശം 38.1% വോട്ടാണ് പിടിച്ചത്. ഏറ്റവും വലിയ ഇതെന്ന് പറഞ്ഞാൽ ഈ ഇപ്പോൾ 2ാം സ്ഥാനത്തെത്തിയ BJP അന്ന് ഡോക്ടർ KS രാധാകൃഷ്ണനായിരുന്നു. അദ്ദേഹത്തിന്റെ വോട്ട് ഷെയർ വരുമ്പോഴത്തേക്കാണ് 20% സംതിങ്ങേ ഉള്ളായിരുന്നു. അവിടെ നിന്നാണ് ഈ 5 വർഷം കൊണ്ട് ഈ ഒരു മുന്നേറ്റമുണ്ട്. അപ്പം ഡോക്ടർ KS രാധാകൃഷ്ണനേക്കാൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ വോട്ടിംഗ് പാറ്റേൺ പരിശോധിക്കുകയാണെങ്കിൽ, ഇപ്പോൾ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തന്നെ BJPയുടെ വോട്ടിംഗ് പാറ്റേൺ പരിശോധിക്കുകയാണെങ്കിൽ 2011 3000 സംതിങ് മാത്രം വോട്ടായിരുന്നു KN ഔഷാദ് തീർച്ചയായും നേടിയത്. അതിനുശേഷമാണ് BDJS എൻട്രി ചെയ്യുന്നത്. ആ തെരഞ്ഞെടുപ്പിൽ BDJS 20,000-ഓളം വോട്ട് പിടിക്കുകയുണ്ടായി. അതേസമയം കഴിഞ്ഞ വർഷം മത്സരിച്ച മറ്റേ പ്രകാശ് ലാൽ, എന്താണ് അദ്ദേഹത്തിന് കഴിഞ്ഞ വർഷം മത്സരിച്ച BJPയുടെ സ്ഥാനത്ത് പ്രദീപ് ലാൽ ഏതാണ്ട് അത്രയും മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിഞ്ഞില്ല. 11,000 സംതിങ്. അത് എനിക്ക് തോന്നുന്നു ഈ 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടന്നതിൽ ഈ പറഞ്ഞ പോലെ BJPക്ക് ഒരു മെജോറിറ്റി. അല്ല, ഞാൻ അതിന്റെ ഒരു ഫലം BDJS ആദ്യം വന്നപ്പോൾ 20,000 വോട്ടോളം ആ BDJS നേടിയിരുന്നു. അത് 3000-ൽ നിന്നൊരു കുതിപ്പാണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത്. പക്ഷേ ആ 20,000 വോട്ട് അത്രയും നേടിയപ്പോഴാണ് 2016 അത്രയും നേടിയപ്പോഴാണ് താൻ പരാജയപ്പെട്ടത് എന്നാണ് M. ലിജു പോലും പറഞ്ഞത്. യഥാർത്ഥത്തിൽ M. ലിജു അന്ന് പരാജയപ്പെടാനുള്ള കാരണം BDJS അത്രയും വോട്ട് ബാഗ്. പക്ഷേ ഈ 2024 ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ആ ഒരു അനുരണനം ഈ 2025 BJPക്ക് അവരെ എൻകാഷ് ചെയ്യാൻ പറ്റി. കാര്യം വെച്ചാൽ പല പഞ്ചായത്തുകളിലും BJP മികച്ച പ്രകടനം കാഴ്ച. കായംകുളം നഗരസഭയിൽ പക്ഷേ സീറ്റിൽ ഒരു നേരിയ മെച്ചപ്പെട്ടു. പക്ഷേ സമീപ പഞ്ചായത്തുകളിൽ അവിടെ പറയേണ്ടത് പ്രതീക്ഷിച്ചു താഴെ പോയി. പക്ഷെ മറ്റ് പഞ്ചായത്തുകളിൽ അത്യാവശ്യം അവർക്ക് ഒരു സാന്നിധ്യം ഉറപ്പിക്കാൻ പറ്റി. അത് ഇതിൻ്റെ ഒരു ട്രെൻഡ് ഏതാനും മാസങ്ങളുടെ വ്യത്യാസമല്ല വരുന്നത് ഈ പഞ്ചായത്ത് പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ തമ്മിലുണ്ടായിരുന്നു. ഏതായാലും ഇതാണ് ഒരു പൊതുചിത്രം എന്ന് പറയുന്നത് ഈ മണ്ഡലത്തിന്. എന്നാൽ ഈ തെരഞ്ഞെടുപ്പിൽ എന്തെല്ലാം ആണ് വിഷയീഭവിക്കുക, എന്തെല്ലാമാണ് വോട്ടറുടെ മുമ്പിൽ ഉള്ള ചോദ്യങ്ങൾ എന്നത് വളരെ പ്രസക്തമാണ്. എനിക്ക് തോന്നുന്നു ഈ തെരഞ്ഞെടുപ്പിനെ പിന്നെ അതിനകത്ത് ഒരു കാര്യം കൂടെ പറഞ്ഞോട്ടെ. ഞാൻ ഈ പ്രഗത്ഭരുടെ കാര്യം പറഞ്ഞു. പ്രഗത്ഭ KO ഐഷാബായി ആണ് 1957 ഈ പറഞ്ഞ പോലെ കായംകുളത്തെ MLA ആയി. ഈ ഒരു MLA മണ്ഡലം എന്നൊക്കെ പറയുന്നത് സ്വഭാവത്തിലേ അല്ല. നമുക്ക് അത്രയും വലിയൊരു പാസ്റ്റ് പരിശോധിച്ചിട്ട് ഓടിച്ചൊന്ന് പോകുന്നത് നന്നായിരിക്കുമെന്ന് തോന്നുന്നു. പക്ഷേ ഈ പുതുതലമുറയ്ക്ക് അതിനകത്തില്ലേ പിന്നെ വന്നത് PK കുഞ്ഞു സാഹിബ്. അദ്ദേഹം ധനകാര്യമന്ത്രിയായിരുന്നു. തച്ചടി പ്രഭാകരൻ, MK ഹേമേന്ദ്രൻ വന്നു. പിന്നെ മന്ത്രിമാരെ ഒരുപാട് മന്ത്രിമാരെ സംഭാവന ചെയ്ത് എനിക്ക് തോന്നുന്നു അവസാനം നമ്മുടെ MM ഹസനിൽ വരെ ആ മന്ത്രി MM ഹസൻ വരെ പ്രതിദാനം ചെയ്ത മണ്ഡലമാണ് കായംകുളം എന്നുള്ളത്. ഈ കായംകുളം നിയോജക മണ്ഡലത്തെ സംബന്ധിച്ചിടത്തോളം ഈ കഴിഞ്ഞ 10 വർഷത്തെ
20 വർഷമായി LDF ആണ് അധികാരത്തിലിരിക്കുന്നത്. കായംകുളം നഗരം, അനുബന്ധ പഞ്ചായത്തുകൾ, ഇവയിലെല്ലാം വികസനം ഒരു പ്രധാനപ്പെട്ട വിഷയമായി തന്നെ ചർച്ചയായിട്ട് വരാറുണ്ട്. പിന്നെ ഇവിടുത്തെ കമ്മ്യൂണിറ്റി ബാലൻസിനെ സംബന്ധിച്ചിടത്തോളം, കായംകുളത്തെ സംബന്ധിച്ചിടത്തോളം ഒരു ഈഴവ കമ്മ്യൂണിറ്റിയുടെ മെജോറിറ്റിയുള്ള മണ്ഡലമാണ്. അതെ, ഈഴവ മെജോറിറ്റി എന്ന് പറഞ്ഞാൽ കേരളത്തിലെ SNDP സമൂഹത്തിൻ്റെ ഒരു ശക്തിദുർഗമായ സ്ഥലമാണ്. എന്നുവെച്ചാൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ദീർഘകാലം കേരളത്തിലെ SNDPയുടെ സംസ്ഥാന പ്രസിഡന്റുമാരും സെക്രട്ടറിമാരുമായിട്ട് യോഗം സെക്രട്ടറിമാരായിട്ട് വന്നവരെല്ലാം കായംകുളത്തുകാരായിരുന്നു. MK രാഘവൻ, തച്ചടി പ്രഭാകരൻ, K ഗോപിനാഥൻ, ഇവരൊക്കെ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് പ്രത്യേകത എന്നുള്ളത്. ആ നിലയ്ക്ക് SNDP സമൂഹത്തിന് ഒരു വലിയ ശക്തിദുർഗമായ ഒരു സ്ഥലമാണ് ഒരു ഡിസൈഡിങ് ഫാക്ടറായിട്ട് പലപ്പോഴും ഫാക്ടറാണ്. അതുപോലെ തന്നെ ന്യൂനപക്ഷ സമൂഹങ്ങൾ വളരെ സംഘടിതമായി താമസിക്കുന്ന സ്ഥലമാണ്. മുസ്ലിം കമ്മ്യൂണിറ്റി, ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി, ഇവരുടെ എല്ലാം ഒരു ഗണ്യമായ സ്വാധീനം ഉള്ള മണ്ഡലമാണ്. ഇവരെല്ലാം ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയിൽ നിന്ന് പ്രതിദാനം ഉണ്ടായിട്ടില്ല എന്ന് മാത്രമല്ല, അതൊരു കുറച്ചുകൂടി ന്യൂനപക്ഷമാണ്. അതേ അവസരത്തിൽ അവരും കായംകുളം നഗരത്തെയും അനുബന്ധ ദേശങ്ങളെയും സംബന്ധിച്ചിടത്തോളം വളരെ ശക്തമായി തന്നെ നിലയുറപ്പിച്ചിട്ടുള്ള ഒരു സ്ഥലമാണ്. നമുക്കിനി പൊതുവിൽ കായംകുളം മണ്ഡലത്തിൽ ചർച്ചയായ വിഷയങ്ങളിലൂടെ ഒന്ന് പോകേണ്ടിയിരിക്കുന്നു. അത് ഒന്ന് ഈ പറഞ്ഞ പോലെ ഈ വികസന പ്രശ്നങ്ങളാണ്. പിന്നെ ഒരു വികസന പ്രശ്നങ്ങൾ ഒരു സമയബന്ധിതമായി പൂർത്തിയാക്കാത്തതിൻ്റെ ഒരു പ്രശ്നം. ഇപ്പോൾ കായംകുളം നഗരത്തിലെ ബസ് സ്റ്റാൻഡ് ആയിരിക്കട്ടെ, അതുപോലെ തന്നെ ഇപ്പം ഒരു മൾട്ടിപ്ലക്സ് തിയേറ്റർ കോംപ്ലക്സിനെ കുറിച്ച് പറഞ്ഞു. അതുപോലെ തന്നെ വിശ്രമ കേന്ദ്രം, കായലോര വിശ്രമ കേന്ദ്രത്തിൻ്റെ സംഭവമുണ്ട്. ഈ കുറച്ച് അതിനു മുമ്പുള്ള ഭരണകർത്താക്കൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ലാൻഡ്മാർക്കുകളെ മെയിൻറ്റെയിൻ ചെയ്യാനും അതുപോലെ തന്നെ അവ ഒരു ബന്ധിതമായി പൂർത്തിയാക്കുക, അവയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കുക, ഇത്തരം കാര്യങ്ങൾ, ചില വാഗ്ദാനങ്ങൾ പാലിക്കപ്പെടുക. ചില കാര്യങ്ങൾ എന്നാൽ ചില കാര്യങ്ങളിൽ പിന്നെ മുന്നോട്ട് പോയിട്ടുണ്ട്. അടിസ്ഥാന സൗകര്യ വികസനങ്ങൾ, സ്കൂളുകളുടെ നിലവാരം, പാലങ്ങൾ, പാലങ്ങൾ വന്നു, റോഡുകൾ വന്നതായി. ഇതൊക്കെ അതുപോലെ തന്നെ ഈ താലൂക്ക് ആശുപത്രി എപ്പോഴും നമ്മൾ ഫോക്കസ് ചെയ്യുന്ന ഒരു ഏരിയയാണ് കായംകുളം താലൂക്ക് ആശുപത്രി. അപ്പോൾ അവിടെ ഒരു വലിയ കെട്ടിട സമുച്ചയം വരുന്നുണ്ട്. കോടതി കോംപ്ലക്സ്, വളരെ കാലമായിട്ട് കോടതി ഈ ഒരു കാട്ടിൽ കിടന്ന ഒരു അവസ്ഥയായിരുന്നു. പക്ഷേ അതിപ്പോൾ ഒരു നല്ല പ്രൗഢമാർന്ന ഒരു സമുച്ചയമായി മാറി. പിന്നെ റോഡുകളുടെ പാലങ്ങൾ, പിന്നെ മാർക്കറ്റ് പാലമാണെങ്കിലും ഒക്കെ ഒന്ന് നന്നായിട്ടുണ്ട്. അതൊരു മൊത്തത്തിലൊരു ഒരു എസ്തെറ്റിക് സെൻസ് ഒക്കെ വന്നിട്ടൊരു TB നന്നായി, അതുപോലെയൊക്കെയുള്ള അങ്ങനെ കുറേ കാര്യങ്ങൾ ഏതായാലും നടന്നിട്ടുമുണ്ട്. പക്ഷേ എങ്കിലും ഒത്തിരി നടക്കേണ്ട കാര്യങ്ങളും ആവശ്യങ്ങളും ബാക്കിയാണ്. മറ്റൊരു പ്രധാനപ്പെട്ട വിഷയമാണ് ദേശീയപാത താലൂക്ക്, കായംകുളം താലൂക്ക്. അതായത് കായംകുളത്തിൻ്റെ ഒരു വലിയ ഏരിയയെ പ്രതിദാനം ചെയ്യുന്ന കായംകുളത്തിൻ്റെ പിന്നെ ഭൂമിശാസ്ത്രപരമായി കായംകുളത്തിൻ്റെ മുഴുവൻ ദേശത്തെയും രണ്ടായി വിഭജിക്കുന്ന തരത്തിലാണ് യഥാർത്ഥത്തിൽ ദേശീയപാത. ആ ദേശീയപാതയുടെ നിർമ്മാണവുമായി ബന്ധപ്പെട്ടൊരു കാര്യമായ ചർച്ച കഴിഞ്ഞ ഒരു പ്രവർത്തന കാലയളവിൽ, കഴിഞ്ഞ 5 വർഷത്തിൽ ഉള്ളിൽ ഉണ്ടായ ഒരു സംഭവമാണ് ദേശീയപാത. അത് ഇതിലെ ഏറ്റവും വലിയ ചർച്ചയ്ക്ക് ഭാഗമായിട്ടുണ്ട്. മൂന്ന് പിന്നെ പാർട്ടികളും 3 മുന്നണികളും പ്രതിക്കൂട്ടിലാകുന്ന ഒരു തരത്തിലാണ് അത് ചർച്ച ഉണ്ടാകട്ടെ. അതേസമയം കായംകുളത്തെ സംബന്ധിച്ചിടത്തോളം കായംകുളം നഗരസഭ, കായംകുളത്തെ നിയമസഭാ പ്രതിനിധി, പാർലമെന്റ് മൂന്നിലും പ്രതിദാനം ചെയ്തിരുന്ന ആ സമയത്ത് LDF ആയിരുന്നു. അപ്പോൾ LDFന് ഒരു കാര്യമായ റോൾ അതിനകത്തുണ്ടായിരുന്നു. അതിന് ഈ ജനപ്രതിനിധികളുടെ ഒരു നെഗ്ലിജൻസ് വളരെ സീരിയസ് ആയിട്ട് ചർച്ച ചെയ്യപ്പെട്ട ഒരു സംഭവമാണ്. അത് ഇവിടുത്തെ ജനങ്ങൾക്കൊപ്പം നിന്നുകൊണ്ട് ഈ സംഭവം അവർ അഭിലഷിക്കുന്ന തരത്തിൽ അത് നേടിയെടുക്കേണ്ട, അവരുടെ ഹിതം അനുസരിച്ച് അത് ഉണ്ടാക്കിയെടുക്കേണ്ട ഒരു ഉത്തരവാദിത്വം അവർക്കുണ്ടായിരുന്നു. അതിൽ അവർക്ക് തീർച്ചയായിട്ടും ലാപ്സ് സംഭവിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ്. അതൊരു പക്ഷേ ഈ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിച്ചേക്കാം എന്നാണ് മനസ്സിലാക്കുന്നത്. അതേസമയം എല്ലാവരെയും നേരത്തെ ശ്രീനി സൂചിപ്പിച്ചതുപോലെ എല്ലാ പാർട്ടികളെയും പ്രതിക്കൂട്ടിലാക്കുന്ന തരത്തിൽ ആ ചർച്ച വികസിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് വാസ്തവം. ഏതായിരുന്നാലും കായംകുളത്തെ സംബന്ധിച്ചിടത്തോളം പിന്നെ ഒരു പ്രധാന ചിത്രം പരിശോധിക്കും കായംകുളം താലൂക്ക് എന്നുള്ളത് അത് ഏറെക്കാലമായി 10 വർഷമായി സാങ്കേതിക പ്രശ്നങ്ങളൊക്കെ ഒത്തിരി ഉണ്ടെങ്കിൽ മാത്രമല്ല ഒരു ദീർഘകാലമായി അതായത് G. സുധാകരൻ MLA ആയിട്ടിരിക്കുമ്പോൾ തന്നെ 96 അല്ലേ, 96 G. സുധാകരൻ MLA ആയിട്ടിരിക്കുമ്പോൾ തന്നെ അതിനുവേണ്ടി വളരെ കാഴ്ചപ്പാടോടുകൂടി സിവിൽ സ്റ്റേഷൻ വരികയും പിന്നെ കായംകുളം ആശുപത്രിക്ക് താലൂക്ക് ആശുപത്രിയിൽ നിന്ന് തന്നെ
പേരൊക്കെ നൽകിക്കൊണ്ട് താലൂക്ക് എന്നത് ഉടൻ തന്നെ യാഥാർത്ഥ്യമാകും എന്ന തരത്തിലേക്ക് വന്നതാണ്. പക്ഷേ അതിനുശേഷം എം ഹസൻ, CK സദാശിവൻ ഇവരൊക്കെ പ്രതിദാനം ചെയ്തിട്ടും ഇപ്പോഴും അത് കഴിഞ്ഞിട്ടില്ല എന്നതാണ് വാസ്തവം. നമുക്ക് പലപ്പോഴും ശ്രദ്ധയിൽപ്പെടാതെ പോയൊരു വസ്തുതയുണ്ട്. ഇപ്പം ദേശീയപാതയ്ക്ക് വേണ്ടിയിട്ട് ഒരു ജോയിന്റ് സമരം ഉണ്ടായി, ഒരു ജനകീയ കൂട്ടായ്മയുണ്ടായി. താലൂക്കിന് വേണ്ടി പണ്ടൊരു ജനകീയ കൂട്ടായ്മ ഉണ്ടായിരുന്നു. പക്ഷെ അത് കഴിഞ്ഞിട്ട് താലൂക്ക് ആവശ്യം ഈ പറഞ്ഞ പോലെ തെരഞ്ഞെടുപ്പ് സമയത്ത് അത് ഈ പറഞ്ഞ പോലെ അതിനകത്തൊരു ഒരു ജോയിന്റ് ആയിട്ടുള്ള സമരങ്ങളോ ഒരു സമരസമിതിയോ ആ തരത്തിലോട്ടുള്ള ഒരു ഇന്റർവെൻഷൻ ഉണ്ടായിട്ടില്ല. അതായത് അത്തരം സിവിൽ മൂവ്മെന്റുകളെല്ലാം കേരളത്തിന്റെ പൊതുമണ്ഡലത്തിൽ നിന്ന് തന്നെ അപ്രത്യക്ഷമായിക്കൊണ്ടിരിക്കുന്നു. അതുണ്ട്. രണ്ടാമത്തെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ പൊളിറ്റിക്കൽ പാർട്ടി അതല്ലെങ്കിൽ ജനപ്രതിനിധി ഇവരൊക്കെയാണ് ഇതിന് മുമ്പിൽ നിന്ന് നയിക്കേണ്ടത്. ഇത്തരം സാധനം ഇപ്പോൾ ദേശീയപാത ഓൺ ചെയ്യാതെ പോകുന്നത്, അത് ഓൺ ചെയ്യാതെ അവർ അത്തരം സാധനങ്ങളെ ഏറ്റെടുക്കാതിരിക്കുന്നത് കൊണ്ട് യഥാർത്ഥത്തിൽ അത് സംഭവിക്കുന്നില്ല എന്നതാണ് വാസ്തവം. ഞാനൊരു ഒരു തെരഞ്ഞെടുപ്പിൻ്റെ ഒരു ലഘുചിത്രം പറഞ്ഞെങ്കിലും ഇനി സ്ഥാനാർത്ഥികളെ കൂടി നമുക്ക് വിശകലനം ചെയ്യേണ്ടതുണ്ടെന്നാണ്. ഒരു നേരിയ എഡ്ജ് നമ്മുടെ അഡ്വക്കേറ്റ് യു പ്രതിഭ 10 വർഷമായി പ്രതിദാനം ചെയ്യുന്ന MLA ആണ്. അപ്പോൾ അവർ അത്രയും ചിരപരിചിതയാണ്, മണ്ഡലത്തിൽ ചിരപരിചിതയാണ്. ആളുകൾക്കിടയിൽ അവർ വളരെ അമ്യബിൾ ആയിട്ടുള്ള ഒരു ലേഡിയാണ് എന്നൊക്കെയുള്ള അഡ്വാൻറ്റേജ് അവർക്കുണ്ട്. അതാണ് LDFനെ സംബന്ധിച്ചിടത്തോളം പോസിറ്റീവായിട്ടുള്ള സാധനം. അവർ തന്നെ വീണ്ടും മത്സരിപ്പിക്കാൻ സന്നദ്ധമായതും ആ ഒരു കോൺഫിഡൻസ് തന്നെയാണ്. അതേസമയം അവർക്ക് ഇതെല്ലാം അവരുടെ പോസിറ്റീവാണ്, ഇതെല്ലാം അവരുടെ പോസിറ്റീവാണ്. അതേസമയം കഴിഞ്ഞ ഒരു ടേമിൽ 5 വർഷത്തിനിടയിൽ അവരുടെ നെഗറ്റീവായിട്ട് ആളുകൾ ചൂണ്ടിക്കാണിക്കുന്ന സംഭവം പാർട്ടിയും അവരും തമ്മിൽ പലപ്പോഴും ഏറ്റുമുട്ടലിന് വിധേയമായിട്ടുണ്ട്. പല ഒരു നീണ്ട സമയങ്ങളിൽ അവരുടെ ഒരു അസാന്നിധ്യം കായംകുളത്ത് ഫീൽ ചെയ്തിരുന്നു. പല സംഗതികളിലും അവരുടെ അസാന്നിധ്യം ഉണ്ടായിരുന്നു എന്നാണ് വാസ്തവം. പിന്നെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ദേശീയപാത അടക്കമുള്ള സാധനങ്ങളിൽ ഒരു എന്താ പറയുക, ഒരു ഇച്ഛാശക്തിയോടുകൂടി കാര്യങ്ങൾ നിർവഹിക്കുന്നതിൽ അവർ വേണ്ടത്ര. പിന്നെ ഈ 2 ടേം കൊണ്ട് LDF MLA മാർ പിൻവാങ്ങും, മൂന്നാമത്തെ ടൈം നൽകുകയില്ല എന്നൊരു ധാരണ കൂടി വന്നിരുന്നു. അതുകൂടി ഉണ്ടായിരുന്നുകൊണ്ട് ഒരു പക്ഷേ MLA തന്നെ സ്വയം അല്പം പിന്നോട്ട് നിന്നിട്ടുണ്ടാവാം. ഇതൊക്കെ ഒരു പക്ഷേ ആലപ്പുഴയിലാണത് ഏറ്റവും. ആലപ്പുഴയിൽ LDF നിർത്തിയിരിക്കുന്ന എല്ലാം സിറ്റിംഗ് MLA. മറ്റ് പല ജില്ലകളിലും ചെറിയ മാറ്റം, എല്ലാ ജില്ലകളിലും സിറ്റിംഗ് MLA-മാരെ തന്നെയാണ്. തെരഞ്ഞെടുപ്പിൽ LDF തീരുമാനിച്ചിട്ടുണ്ട്. കാര്യം വെച്ചാൽ അത് അവരുടെ ഒരു അഡ്വാൻറ്റേജ്, ഒരു കണ്ടിന്യൂറ്റി ഉണ്ടാകണം എന്നുള്ളതാണ്. ഇനി രണ്ടാമത് UDF മുന്നിൽ നിർത്തിയിരിക്കുന്ന സ്ഥാനാർത്ഥി ആണ് അഡ്വക്കേറ്റ് M. ലിജു. അതായത് അവരുടെ ആ ഒരു കോറിൽ നിന്ന് ലഭിക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല ഒരാളെ അഡ്വക്കേറ്റ് M. ലിജുവിനെ സംബന്ധിച്ചിടത്തോളം 2016 മത്സരിച്ചാണ്. അതാണ് പോസിറ്റീവ് എന്ന് പറയുന്നത്. അദ്ദേഹം 3 തവണ മത്സരിച്ച് പരാജയപ്പെട്ട ഒരാളാണ് എന്നത് ഒരു പോസിറ്റീവ് ആണ്. എങ്കിൽ പോലും പോസിറ്റീവ് ആണ് എന്ന് പറഞ്ഞതിന് കാരണം അദ്ദേഹം ഒരു ജനപ്രതിനിധി ആവേണ്ട ആളാണ് എന്ന് എല്ലാവരും പറയും. അത്രമാത്രം സൗമ്യനായ ഒരു മുഖമാണ്. വളരെ വൈകാരികമായ പല വിഷയങ്ങളെ കുറിച്ച് വളരെ കാഴ്ചപ്പാടുള്ളതാണ്. ഒരു തിങ്ക് ടാങ്ക് ആണ്. അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഒരു കോൺഗ്രസ് യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റായ അദ്ദേഹം വരുന്നത് അദ്ദേഹത്തിന് ഗോഡ് ഫാദർമാരും ഇല്ലാതെ ഒരു സെൽഫ് മെയ്ഡ് ആയിട്ട് സ്വന്തമായി വഴിവെട്ടി വന്ന ആളാണ് അദ്ദേഹം. അങ്ങനെ വന്നപ്പോൾ രാഹുൽ ഗാന്ധി ചാനൽ ചർച്ചയ്ക്ക് മുമ്പ് രാഹുൽ ചാനൽ ചർച്ചയ്ക്ക് ചാനൽ ചർച്ചയ്ക്ക് പണ്ടൊരു ഒരു സൗമ്യ മുഖവും അല്ലെങ്കിൽ അതിനകത്തൊരു ആൾക്കാരെ പിടിച്ചിരുത്തുന്നത് ഈ കാര്യങ്ങളുടെ ഒരു വിവര കൈമാറ്റമാണ്. പക്ഷേ പിന്നീട് ഇവരുടെ ഒരു ഇറ മാറിക്കഴിഞ്ഞപ്പോഴാണ് ഈ കുറെ ആൾക്കാർ ബഹളക്കാർ ആദ്യത്തെ, അതായത് ഇതിന്റെ ആദ്യത്തെ ഇതിനെ ഒരു എന്താ പറയുക, ഇതിനെ ഒരു മര്യാദയുടെ ലെവലിലും നമ്മൾക്ക് കാര്യങ്ങൾ സൗഹൃദപരമായിട്ടൊക്കെ വളരെ വൈജ്ഞാനികമായിട്ട് കൈകാര്യം ലിജു അടക്കം. അപ്പോൾ അത് അദ്ദേഹത്തിൻ്റെ പോസിറ്റീവായിട്ടുള്ള കാര്യമാണ്. പിന്നെ പാർട്ടിയുടെ സംബന്ധിച്ചിടത്തോളം പാർട്ടിയുടെ ഒരു നേരത്തെ തന്നെ സൂചിപ്പിച്ച പോലെ ഒരു ബൗദ്ധികമായ പിന്നെ ഒരു മൂലധനമാണ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം. പിന്നെ വലിയൊരു ഈ പാർട്ടിക്കുള്ളിൽ ഉള്ള സാധാരണ ഒരു എതിർപ്പും. പക്ഷേ ഇതിൽ വലിയ അങ്ങനൊരു പ്രശ്നം വരുന്നിട്ടില്ല, കല്ലുകടി അങ്ങനെയൊന്നും വന്നിട്ടില്ല എന്നാണ് ഇതുവരെ ഉണ്ടായത്. പിന്നെ ഈ തവണ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം എനിക്ക് തോന്നുന്നു അവർ എല്ലാവരും ഏകോപിച്ച് ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നുണ്ട്. പക്ഷേ എന്നാൽ അടിയൊഴുക്കുകൾ സാഹചര്യം വന്നു. അത് ഇപ്പം ലിജു തന്നെ നമ്മളുമായിട്ടുള്ള അഭിമുഖത്തിന് നമ്മളെ വ്യക്തിപരമായിട്ടുള്ള ഇതിലും പറഞ്ഞു, ഈ ഒരു ഇൻസ്റ്റന്റ് തീരുമാനം പോലെ അത് വരുന്നു. കാര്യം വെച്ചാൽ ഈ അമ്പലപ്പുഴയിൽ ജി സുധാകരൻ സപ്പോർട്ട് ചെയ്യേണ്ടി വന്നപ്പോഴത്തേക്ക് ഈ പോസിറ്റീവ് ഇത്രയും പറഞ്ഞപ്പോഴും
ലിജുവിനെ സംബന്ധിച്ചിടത്തോളം നെഗറ്റീവായി സൂചിപ്പിക്കാനുള്ള കാര്യം എന്ന് പറഞ്ഞാൽ ലിജു വളരെ ആക്സിഡൻ്റലി കായംകുളത്തേക്ക് പെട്ടെന്ന് വരികയായിരുന്നു ചെയ്തത് ഈ തെരഞ്ഞെടുപ്പ് സ്ഥാനാർത്ഥി. അത് ഈ സാഹചര്യമായിട്ട് അങ്ങ് കണക്ട് ആണ്. അപ്പോൾ അതിന് തൊട്ട് മുമ്പ് വരെ അദ്ദേഹം കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്തത് മത്സരിക്കാൻ സാധ്യതയുണ്ട് എന്ന് കരുതി കോൺസെൻട്രേറ്റ് ചെയ്തിരുന്നത് അമ്പലപ്പുഴ മണ്ഡലത്തിൽ കാര്യമായി ഇടപെട്ടിരുന്നു അദ്ദേഹം. ഈ തെരഞ്ഞെടുപ്പിൽ ജയസാധ്യതയോടെ മുന്നോട്ട് വന്നാണ്. ഇടയ്ക്ക് തൃപ്പൂണിത്തുറയിലും പറഞ്ഞു കേട്ടു. തൃപ്പൂണിത്തുറയിൽ യെസ്. ഏതായാലും പക്ഷേ കായംകുളത്തേക്ക് തന്നെ അദ്ദേഹം മത്സരിക്കാൻ എത്തി എന്നത് വൈകി മാത്രമാണ് എത്തിയത്. പക്ഷെ ഒരു ട്രെൻഡിന്റെ തരത്തിൽ നമ്മുടെ വിവിധ മാധ്യമങ്ങൾ നടത്തിയ സർവേകളിലൊക്കെ കണ്ടതിൽ നിന്ന് ഭിന്നമായി കായംകുളം നിയോജക മണ്ഡലത്തിൽ ഒരു എമർജിംഗ് ഫിഗറായി ലിജു മാറിയിട്ടുണ്ട് എന്ന് തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഒരു ടഫ് ഫൈറ്റ് കേരളത്തിലെ ഏറ്റവും കഠിനമായ മത്സരം നടക്കുന്ന മണ്ഡലമായി മാറിയിട്ടുണ്ട്. ഇനി എൻ ഡി എ കുറിച്ച് നമ്മൾ ആദ്യം തന്നെ സൂചിപ്പിക്കുകയുണ്ടായി. അല്ല, എൻ ഡി എ സ്ഥാനാർത്ഥി അദ്ദേഹത്തിന്റെ പ്രചരണ വേദികളിൽ പറയുന്ന ഒരു പോയിന്റ് ഉണ്ട്. അതായത് ഏറെക്കാലമായിട്ട് കായംകുളത്തുകാരൻ ഒരു തെരഞ്ഞെടുപ്പിൽ കായംകുളത്തെ അസംബ്ലി മണ്ഡലത്തിലുള്ളയാള്, അവിടെ ജനിച്ചു വളർന്ന ആള് മത്സരിക്കുന്നു. അതൊരു ഒരർത്ഥത്തിൽ കൃത്യമായി അതൊരു നല്ല ആങ്കിളാണ്. കാര്യം വെച്ചാൽ സമീപകാല ചരിത്രമൊക്കെ പരിശോധിച്ച് കഴിഞ്ഞാൽ അങ്ങനെയാണ്. പിന്നെ അതൊക്കെ ഡിപ്പെൻസ് ആണ്. ഈ പുതിയ ആഗോള ഗ്രാമത്തിലാണ് നമ്മളൊക്കെ താമസിക്കുന്നത്. അതുകൊണ്ട് ലോകത്ത് എവിടെ നിൽക്കുന്ന ആൾക്കാർക്കും ഇപ്പോൾ അങ്ങ് ഉത്തർപ്രദേശിൽ നിന്ന് വയനാട്ടിൽ വന്ന് പ്രിയങ്ക ഗാന്ധി മത്സരിക്കുന്ന പോലെ, രാഹുൽ ഗാന്ധി മത്സരിക്കുന്നത് പോലെ എവിടെയും ആർക്കും മത്സരിക്കാം എന്ന തരത്തിൽ ആർക്കും പ്രതിദാനം ചെയ്യാം എന്ന തരത്തിലേക്ക് മാറിയിട്ടുണ്ട് എന്നാണ്. അതേസമയം കായംകുളത്തെ സംബന്ധിച്ചോളം എക്സ്പീരിയൻസ്ഡ് ആയ, കായംകുളത്ത് ഒരുപാട് സൗഹൃദ വലയൊക്കെ ഉള്ള ആളാണ് എൻ ഡി എ കാൻഡിഡേറ്റ് ആയിട്ട് ഉള്ളത്. പക്ഷേ എൻ ഡി എ സംബന്ധിച്ചിടത്തോളം അവർ അവരുടെ എ ക്ലാസ് മണ്ഡലങ്ങളിൽ പെടുന്ന ഒന്നല്ല കായംകുളം നിയോജക മണ്ഡലം. ബി ഡി ജയസാനോട് മത്സരിക്കുന്നത്. ബി ജെ പിയുടെ ഒരു സാന്നിധ്യം തെരഞ്ഞെടുപ്പിൽ അവർക്കൊപ്പം എത്രമാത്രം ഉപയോഗപ്പെടും എന്ന് സംബന്ധിച്ച് എൻ ഡി എയുടെ സ്ഥാനാർത്ഥി ചർച്ചകളൊക്കെ ഇങ്ങനെ സജീവമാകുന്നതിന് മുമ്പ് ശോഭാ സുരേന്ദ്രന്റെ പേരായിരുന്നു കായംകുളത്ത് പറഞ്ഞു കേട്ടിരുന്നത്. വളരെ സജീവമായിട്ട്. അതെ, തീർച്ചയായിട്ടും ശോഭാ സുരേന്ദ്രൻ ഒന്ന് കോൺസെൻട്രേറ്റ് ചെയ്തും വരികയായിരുന്നു. മണ്ഡലത്തിലെ പല വിഷയങ്ങളിലൊക്കെ അവർ ഇടപെടുകയും മണ്ഡലത്തിൽ കുറേ ഒരു സൗഹൃദമൊക്കെ ഉണ്ടാക്കിയെടുത്ത് ആ രീതിയിലേക്ക് വരുമായിരുന്നു. അപ്പോഴാണ് ഈ എൻ ഡി എയിലെ ഈ സീറ്റ് ചർച്ചകളും കാര്യങ്ങളും ഒക്കെ വന്നു. അവർ വലിയ, അതായത് ഒരു പോയിന്റിൽ തന്നെ എത്തുകയായിരുന്നു. ഇന്ന ആളിനെ തന്നെ ഏതായാലും കായംകുളം ഒരു ടഫ് ഫൈറ്റ് നടക്കുന്ന മണ്ഡലമായിട്ടാണ് നമുക്ക് മനസ്സിലാകുന്നത്. പിന്നെ നേരിയ എഡ്ജ് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായത്തിൽ മൊത്തം കേരളത്തിലെ ഒരു ആൻറ്റി ഇൻകംബൻസി ഉണ്ട് എന്ന് അവകാശപ്പെടുന്നുണ്ട് യു ഡി എഫ്. അതുകൊണ്ട് അവർ തികഞ്ഞ ആത്മവിശ്വാസത്തിലാണ് യു ഡി എഫ് കേന്ദ്രങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതേസമയം എൽ ഡി എഫ് തുടരും എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എൽ ഡി എഫിൻ്റെ വികസന പ്രവർത്തനങ്ങളാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പം ഈ നിലവിലുള്ള എം എൽ എയെ സംബന്ധിച്ചിടത്തോളം അങ്ങനത്തെ ഒരു അധിക ബാധ്യത സ്വാഭാവികമായിട്ടും ഉണ്ടാകാറുണ്ട്. ഈ ആൻറ്റി ഇൻകംബൻസി ഉണ്ടാകുന്നു എന്നത് ഭരണവിരുദ്ധ വികാരം ഉണ്ടാകുന്നു എന്നതാണ് അവരുടെ ഒരു അധിക ബാധ്യത എന്ന് പറയുന്നത്. അപ്പോൾ അതിനെ അതിജയിക്കണം. അവർക്ക് അതിജയിച്ചാൽ മാത്രമേ അവർക്ക് വിജയിക്കാൻ കഴിയുകയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ആ തരത്തിലൊരു എഡ്ജ് യു ഡി എഫിനുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത് ഈ തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ചിടത്തോളം. തീർച്ചയായും നമുക്ക് കാത്തിരുന്ന് കാണാം എന്നാണ്. ശ്രീനിക്ക് വേറെ ഭിന്നമായ അഭിപ്രായം ഉണ്ടായിരിക്കാം. വിഭിന്നമായ അഭിപ്രായം നമുക്ക് അത് ഈ തെരഞ്ഞെടുപ്പ് ഘട്ടമാണ്. തെരഞ്ഞെടുപ്പ് ഘട്ടം വ്യക്തിപരമായ അഭിപ്രായങ്ങൾക്ക് അതിനകത്ത് പ്രസക്തിയില്ല. ഏത് രീതിയിലും തെരഞ്ഞെടുപ്പ് ഫലം വരാം. പ്രത്യേകിച്ച് കായംകുളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരിടത്ത് കോൺസെൻട്രേറ്റ് ചെയ്ത് നിന്നൊരു ചരിത്രമല്ല. ഞാനീ പറഞ്ഞ പോലെ ഭൂരിപക്ഷം, ഒരു ഭീകരമായ ഒരു ഭൂരിപക്ഷം ഒരാളെ കൊടുക്കുക, നേരിയ എഡ്ജിൽ 1000 വോട്ടിന്റെയൊക്കെ 1000 ചില്ലുവാനോ വോട്ടിന്റെയൊക്കെ ഭൂരിപക്ഷം വന്നിട്ടുണ്ട്. ഇപ്പം തന്നെ ഇപ്പോഴത്തെ എം എൽ എക്ക് തന്നെ കഴിഞ്ഞ 2000 സംതിങ് വോട്ടിന്റെ വ്യത്യാസം, 6000 ഇപ്പം ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ വന്ന 11,000 വോട്ടിന്റെ വ്യത്യാസം പരാജയപ്പെടുത്തിയ ആള് പിന്നീട് രണ്ടാമത് വന്നപ്പോഴത്തേക്ക് വന്നു. അതൊക്കെ സ്വാഭാവികമായിട്ട് അങ്ങനെ ഉണ്ടാവാം. ഈ പറഞ്ഞ പോലെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ വളരെ ഒരു കൗതുകം ഉയർത്തിയ ഹരിതാ ബാബു ആയിരുന്നു. തെരഞ്ഞെടുപ്പിൽ വിജയിക്കും എന്ന പ്രതീക്ഷയോടുകൂടി രംഗത്ത് വന്ന പ്രിയങ്ക ഗാന്ധി അടക്കം പ്രചരണത്തിന് നേരിട്ടെത്തിയ മണ്ഡലങ്ങളിലൊന്നും സ്ഥാനാർത്ഥിയായിരുന്നു ഹരിതാ ബാബു. അപ്പൊ തീർച്ചയായിട്ടും ഈ ഇതില് ഈ പറഞ്ഞ പോലെ മൊത്തത്തിലുള്ള ട്രെൻഡ് അങ്ങനെ ആ ട്രെൻഡ് കായംകുളത്ത് ഉണ്ടാകാം. പക്ഷെ അതിനെ ഈ പറഞ്ഞ പോലെ അതിനെ ഓവർകം ചെയ്യാൻ പറ്റുന്നോ എന്നുള്ളതാണ്.
കാസ്റ്റിൽ അടുത്തതായി നമ്മൾ വിശകലനം ചെയ്യാൻ പോകുന്നത് മാവേലിക്കര നിയമസഭാ നിയോജക മണ്ഡലമാണ്. ഈ പറഞ്ഞ പോലെ അപ്പർ കുട്ടനാടും നമ്മുടെ കുറച്ച് തീരദേശമൊക്കെ ഉണ്ട്, പക്ഷേ അവിടെ തീരദേശമില്ല. അപ്പർ കുട്ടനാടും മറ്റേ മലയോര പ്രദേശമൊക്കെ ചേരുന്ന അതിന്റെ ഒരു ഇടനാടാണ്. അതെ, തീർച്ചയായിട്ടും ഒരു ഇടനാടാണ്. ഇത് വളരെ രസകരമായ കാര്യം, ഈ വന്യമൃഗങ്ങൾ ഏറ്റവും കൂടുതൽ ഇറങ്ങുന്ന ഒരു ഏരിയ ആയിട്ട് മാറിയിരിക്കുക. കാട്ടുപോത്തടുത്ത് ഇടയ്ക്ക് വന്നത് ഈ മാവേലിക്കര മണ്ഡലത്തിലെ ഒരു പ്രദേശത്താണ്. കാട്ടുപന്നിയുടെ ശല്യം ഏറെയുണ്ട്. അങ്ങനെയൊക്കെയുള്ള ചില അതായത് ഈ പിന്നെ മലയോര പ്രദേശമായിട്ടങ്ങ് ചേരാനുള്ള ഒരു ടെൻഡൻസി വന്നുകൊണ്ടിരിക്കുന്ന ഒരു മണ്ഡലമായിട്ട് വേണമെങ്കിൽ കരുതാം. ഈ മണ്ഡലത്തിന്റെ കിഴക്കൻ മേഖലകൾ, ഈ പാലമേൽ, വള്ളികുന്നം, ഈ പഞ്ചായത്തുകളിലൊക്കെ ഒരു നേരത്തെയുള്ള മാവേലിക്കരയിൽ നിന്ന് ഭിന്നമായി കുറച്ചുകൂടി ശ്രീനി സൂചിപ്പിച്ചതുപോലെ ഒരു വനമേഖലയിലേക്ക് അതല്ലെങ്കിൽ ഒരു മലയോര മേഖലയിലേക്കുള്ള അല്ലേ ഒരു കൊറോണയ്ക്ക് ശേഷമാണ് ഇവയൊക്കെ ഇറങ്ങി വരാൻ തുടങ്ങിയത്. അത് തന്നെയുമല്ല, ഈ മലയിടിച്ചില്, കുന്നിടിച്ചില്, പിന്നെ മണലൂറ്റ്, സമീപകാലത്ത് ഒരുപാട് നാച്ചുറൽ കലാമിറ്റികൾ ഉണ്ടായ ഒരു ഏരിയ ആണ്. അതെ, പക്ഷേ കാർഷിക സമൃദ്ധമായ ഒരു സ്ഥലമാണ്. കൃഷികളൊക്കെ അതുപോലെ കൃഷികളൊക്കെ ഏറ്റവും കൂടുതലുള്ള. അതെ, മാവേലിക്കര ഒരു സാംസ്കാരിക കേന്ദ്രം കൂടെയാണ്. അപ്പോൾ ഈ പറഞ്ഞ നമ്മൾ കഴിഞ്ഞ ദിവസം സ്ഥാനാർത്ഥികളെല്ലാം കണ്ടപ്പോൾ അവർ പങ്കുവെച്ചത്, ഈ 3 സ്ഥാനാർത്ഥികളെയും ഒക്കെ കണ്ടപ്പം അവർ പങ്കുവെച്ചത് ഈ ഒരു സാംസ്കാരിക മൂല്യം അതിനെക്കുറിച്ചാണ്. ഈ പറഞ്ഞ പോലെ നമ്മുടെ രാജാരവിവർമ്മ ഇൻസ്റ്റിറ്റ്യൂട്ട് അവിടെ ഉണ്ട്, AR സ്മാരകമുണ്ട്, അങ്ങനെ കുറേ ക്ഷേത്രങ്ങളുണ്ട്. മാവേലിക്കര നഗരസഭയും 7 പഞ്ചായത്തുകളും ആണ് ഈ പ്രധാനമായിട്ടുള്ളത് ഈ മാവേലിക്കര നിയമസഭാ മണ്ഡലത്തിലുള്ളത്. മാവേലിക്കര നിയമസഭാ മണ്ഡലം എന്ന് പറയുന്നത് ദീർഘകാലം നമുക്ക് എല്ലാവർക്കും പരിചയമുണ്ട്. എം മുരളിയുടെ 2001 മുതൽ 1991 മുതൽ വലിയൊരു കാലം, അതെ 2006 വരെ, എന്നിട്ട് 4 ടേം തുടർച്ചയായിട്ട് MLA ആയിരുന്നു. അതിന് മുമ്പ് LDFന്റെ ഒരു കുത്തകയായിരുന്നു ഗോവിന്ദകുറുപ്പ് എന്ന് പറയുന്നത്. LDF കുത്തകയായി ദീർഘകാലം ഉണ്ടായിരുന്നു. അതിനുശേഷമാണ് എം മുരളിയുടെ ഒരു പ്രവേശം. പക്ഷേ എം മുരളിക്ക് ശേഷം, അതായത് 2011 മുതൽ LDF MLA-മാരാണ് അവിടെ ഉണ്ടായത്. എം മുരളിക്ക് ശേഷം മാവേലിക്കര നിയോജക മണ്ഡലം റിസർവേഷനിലേക്ക് പോയി, സംവരണ മണ്ഡലമായി മാറി. ആർ രാജേഷ് 2 ടൈം MLA ആയിരുന്നു. അത് കഴിഞ്ഞിട്ടാണ് EMS അരുൺകുമാർ ഇപ്പോൾ നിലവിലെ സിറ്റിംഗ് MLA തന്നെയാണ് അവിടെ മത്സരിക്കുന്നത്. ഗ്രാമപഞ്ചായത്തുകൾ ചുനക്കര ഗ്രാമപഞ്ചായത്ത്, തെക്കേക്കര ഗ്രാമപഞ്ചായത്ത്, താമരക്കുളം ഗ്രാമപഞ്ചായത്ത്, തഴക്കര ഗ്രാമപഞ്ചായത്ത്, നൂറിനാട്, പാലമേൽ, വള്ളികുന്നം. അങ്ങനെ വലിയൊരു ഏരിയ കവർ ചെയ്യുന്ന പിന്നെ കോൺസ്റ്റിറ്റ്യുവൻസിയാണിത്. അത് ഈ മാവേലിക്കര കോൺസ്റ്റിറ്റ്യുവൻസിയിൽ വളരെ വിചിത്രമായൊരു കാര്യമുണ്ട്. മാവേലിക്കര കോൺസ്റ്റിറ്റ്യുവൻസിയിൽ കഴിഞ്ഞ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ മാവേലിക്കര നഗരസഭ വളരെ നേരത്തെ വളരെ പ്രവചിച്ചതിൽ നിന്ന് ഭിന്നമായി UDF ഒരു ക്ലിയർ മെജോറിറ്റിയോട് കൂടി 15ഓളം സീറ്റ് നേടി അധികാരത്തിൽ വന്നു. അതിനു മുമ്പ് 3 മുന്നണിക്കും ഒരേപോലെ അതെ 3 മുന്നണിക്കും ഒരുപോലെ സീറ്റ് ലഭിക്കുകയും ഒരു സ്വതന്ത്രൻ പിന്നീട് ആ സ്വതന്ത്രൻ രാജിവെച്ചു. അങ്ങനെ വലിയ പക്ഷേ ഇപ്രാവശ്യം ഒരു നല്ല മെജോറിറ്റി 2025 15 സീറ്റ്, അതെ 15 സീറ്റ് നേടിയാണ് മാവേലിക്കര നഗരസഭയിൽ അവിടെ LDF ആണ് അവിടെ വളരെ പിന്നാക്കം പോയത്. MS അരുൺകുമാർ അതെ 2ാം സ്ഥാനത്ത് വന്നത് NDA ആണ്. 8 സീറ്റ് അവർ നിലനിർത്തി. അതേസമയം LDF വളരെ പിന്നാക്കം പോവുകയുണ്ടായി. കഴിഞ്ഞു ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ജയിച്ചത് കൊടിക്കുന്നിൽ സുരേഷ് ആണെങ്കിലും മാവേലിക്കര മണ്ഡലത്തിൽ അരുൺകുമാർ, അന്ന് മത്സരിച്ച അരുൺകുമാറിന്റെ ഒരു മികച്ച മത്സരം കാഴ്ചവെച്ചു. അതായത് പാർലമെന്റിലും അത് സംവരണ മണ്ഡലമായിരുന്നു. അന്ന് കൊടിക്കുന്നിൽ സുരേഷിനെതിരെ അരുൺകുമാറിന് നല്ല ഭൂരിപക്ഷത്തോടു കൂടി ഏതാണ്ട് 2000-ഓളം ഡിഫറൻസ് അരുൺകുമാറിനുണ്ടായിരുന്നു മാവേലിക്കര. അങ്ങനത്തെ ഒരു എഡ്ജ് LDFനുണ്ട്, കിട്ടിയിട്ടുണ്ട്. അതേസമയം ഈ കഴിഞ്ഞ സർവേകളിലെല്ലാം കഴിഞ്ഞ നിയമസഭാ സാമാജികരെക്കുറിച്ചുള്ള നടത്തിയിട്ടുള്ള സർവേയിലെല്ലാം മികച്ച മാർക്ക് നേടിയ, പ്രോഗ്രസ്സിൽ നല്ല മികവ് തെളിയിച്ചിട്ടുള്ള ഒരു MLA ആണ് അവിടെയുള്ളത്, MS അരുൺ. പക്ഷെ ഈ മാവേലിക്കര അസംബ്ലി മണ്ഡലത്തിൽ പല പ്രഗത്ഭരും വന്നു പോയിട്ടുണ്ടെങ്കിലും ഒരു മന്ത്രിയെ അവർക്ക് ലഭിക്കാത്ത ഒരു അവസ്ഥയുണ്ടായിരുന്നു. അതെ, മാവേലിക്കര ഈ നേരത്തെ ശ്രീനി സൂചിപ്പിച്ച ഒരുപാട് സാംസ്കാരിക പ്രാധാന്യമുള്ള
ഒരു ഒരു മണ്ഡലമാണ്. ഒരുപാട് നമ്മുടെ ബൗദ്ധ പാരമ്പര്യത്തിൻ്റെ ഒരു സ്ഥലമാണ്. അതുപോലെ തന്നെ നമ്മുടെ ഉത്സവങ്ങളുടെ ഒരു സ്ഥലമാണ്. ക്ഷേത്രകലകളുടെ ഒരു പ്രധാനപ്പെട്ട സ്ഥലമാണ്. സാംസ്കാരിക കേന്ദ്രം ആണ്. പിന്നെ നമ്മുടെ രവിവർമ്മ ഫൈൻ ആർട്സ് കോളേജ് കേരളത്തിൽ തന്നെ ഗവൺമെൻറ് സെക്ടറിലുള്ള ഏകല്ല ഫൈൻ ആർട്സ് കോളേജ് തിരുവനന്തപുരത്തുണ്ട്. അത് ശേഷമുള്ള ഒരു സ്ഥലമാണ് നമ്മുടെ മാവേലിക്കരയിലുള്ളത്. അങ്ങനെ പലതരത്തിൽ പ്രാധാന്യമുള്ളൊരു സ്ഥലമാണ് മാവേലിക്കര. ഈ തെരഞ്ഞെടുപ്പിൽ UDF തെരഞ്ഞെടുപ്പ് സ്ഥാനാർത്ഥിയാക്കിയിട്ടുള്ളത് അഡ്വക്കേറ്റ് മുത്താര രാജിനെയാണ് അല്ലേ? അഡ്വക്കേറ്റ് മുത്താര രാജ് യൂത്ത് കോൺഗ്രസിന്റെ ഒരു പുതിയ മുഖമാണ്, കായിക താരം കൂടിയാണ്. എന്നാൽ ഒരു പെട്ടെന്ന് എമർജ് ചെയ്തു വന്നതുകൊണ്ട് തന്നെ പല ജനകീയ വിഷയങ്ങളിലൊക്കെ ഇടപെടുകയും പിന്നെ കോവിഡ് സമയത്തൊക്കെ വളരെ ആക്റ്റീവായിട്ട് പ്രവർത്തനങ്ങളൊക്കെ ഒരു പൊതുപ്രവർത്തക എന്ന നിലയിൽ വളരെ സജീവമായി മാവേലിക്കരയിലെ മാവേലിക്കര മണ്ഡലത്തിൽ സജീവമായിട്ടുള്ള അഭിഭാഷകയാണ് അഡ്വക്കേറ്റ് മുത്താര രാജ്. അത്ഭുതങ്ങൾ കാണിക്കാൻ കഴിയും എന്ന ആത്മവിശ്വാസത്തിലാണ് ഈ മുത്താര രാജ് ഉള്ളത്. അതേസമയം നേരത്തെ സൂചിപ്പിച്ച ഫുൾ മാർക്ക് നേടി വളരെ ആത്മവിശ്വാസത്തോടു കൂടി രംഗത്തിറങ്ങിയിട്ടുള്ള ആളാണ് MS അരുൺകുമാർ. അവിടെ NDA സ്ഥാനാർത്ഥിയായിട്ട് വന്നിട്ടുള്ളത് കെ അജിമോൻ. BJPയുടെ സംസ്ഥാന സമിതി അംഗമാണ് അദ്ദേഹം. ഗ്രാമപഞ്ചായത്ത് അംഗമായിരുന്നു. ജില്ലാ പഞ്ചായത്തിലേക്ക് അടുത്ത് മത്സരിച്ചു. ജില്ലാ പഞ്ചായത്തിൽ വിജയിക്കാൻ കഴിഞ്ഞില്ല. പിന്നെ അദ്ദേഹത്തിൻ്റെ ആ സമുദായമായിട്ട് ബന്ധപ്പെട്ട അതിൻ്റെ സംഘടന ഭാരവാഹിത്വമുണ്ട്. ക്ഷേത്രത്തിൻ്റെയൊക്കെ ഭാരവാഹിത്വമുണ്ട്. ദീർഘകാലമായിട്ട് പൊതുപ്രവർത്തനത്തിലുള്ള ഒരാൾ തന്നെയാണ്. BJPയുടെ സംസ്ഥാന കമ്മിറ്റി അംഗം എന്നൊക്കെ നിലയ്ക്കാണ്. BJPക്ക് യഥാർത്ഥത്തിൽ ഈ നേരത്തെ സൂചിപ്പിച്ച നമ്മുടെ നഗരസഭയിൽ തന്നെ 8 സീറ്റുകൾ അവർക്ക് ലഭിച്ചിട്ടുണ്ട്. പല പഞ്ചായത്തുകളിലും അവർക്ക് ശക്തമായ സാന്നിധ്യമുള്ള ഒരു സ്ഥലമാണ് BJPക്ക്. പക്ഷേ അവർക്ക് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കാര്യമായൊരു സ്വാധീനം ചെലുത്താൻ ആവുമോ എന്നുള്ളത് കണ്ടറിയാൻ കഴിഞ്ഞിട്ടില്ല. അപ്പോൾ ഇപ്പോൾ അരുൺകുമാറിനാണ് ഒരു മേൽക്കൈയുള്ളത്, നേരിയ എഡ്ജുള്ളത് എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത് മാവേലിക്കര നിയോജക മണ്ഡലത്തെ സംബന്ധിച്ചിടത്തോളം. ഒരുപാട് നിയമസഭാ നിയോജക മണ്ഡലം കേരളം മുഴുവനും ശ്രദ്ധിക്കുന്ന ഒരു മണ്ഡലമായി മാറിയിട്ടുണ്ട് ഇപ്പം. അത് ഈ പറഞ്ഞ പോലെ മുഖ്യമന്ത്രി കസേരയിൽ വരാൻ സാധ്യതയുള്ളൂ. UDF ഭരണത്തിൽ വന്നാൽ മുഖ്യമന്ത്രിയിൽ കസേരകളിൽ വരാൻ സാധ്യതയുള്ള ഒരാൾ അദ്ദേഹം നമ്മുടെ രമേശ് ചെന്നിത്തല മത്സരിക്കുന്ന മണ്ഡലം എന്ന നിലയ്ക്കാണ്, അതൊരു സ്റ്റാർ മണ്ഡലം എന്ന നിലയ്ക്കാണ് ഹരിപ്പാട് കൂടുതൽ ശ്രദ്ധേയമാകുന്നത്. നമുക്കറിയാം, എനിക്ക് എൻ്റെ ചെറുപ്പത്തിലെ വലിയ ഒരു കൗതുകമുള്ള വ്യക്തിയായിരുന്നു ഈ രമേശ് ചെന്നിത്തലയുടെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ അദ്ദേഹം നടത്തിയൊരു കേരള യാത്രയാണ്. നമ്മുടെ ഈ കേരളത്തിൽ ഒരറ്റത്തുനിന്ന് മറ്റേ അറ്റം വരെ നടത്തുന്ന ശ്രദ്ധേയമായ യാത്ര കാസർഗോഡിൽ തുടങ്ങി തിരുവനന്തപുരത്ത് അവസാനിക്കുന്ന, മഞ്ചേശ്വരത്ത് തുടങ്ങി തിരുവനന്തപുരത്ത് അവസാനിക്കുന്ന യാത്രകൾ ഒരുപാട്. അടുത്തിടയ്ക്ക് പൊളിറ്റിക്കൽ പാർട്ടി ലഹരി മരുന്നിനെതിരെ അദ്ദേഹം ഒരു അല്ല, ഇത് അങ്ങനെയല്ല, അത്തരം യാത്രകളുടെ ഒരു തലതൊട്ടപ്പൻ എന്ന് വേണമെങ്കിൽ അദ്ദേഹത്തെ. ഒരു പൈനിയർ യാത്രക്കാരനാണ്, വളരെ പരിണിതപ്രജ്ഞനായ ഒരു കേരള യാത്ര എന്ന് പറഞ്ഞ് അദ്ദേഹം തുടങ്ങിയ ആ യാത്ര വളരെ ശ്രദ്ധേയമായിരുന്നു. അത് അവസാനിച്ച ഒരു ഘട്ടത്തിലാണ് എനിക്ക് 1982 അദ്ദേഹം വളരെ ചെറുപ്രായത്തിൽ പിന്നെ ഹരിപ്പാട് നിയോജക മണ്ഡലത്തിൽ നിന്ന് തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചു. ആ മത്സരത്തിൽ വിജയിച്ചു. കരുണാകരൻ മന്ത്രിസഭയിൽ അദ്ദേഹം സാമൂഹ്യക്ഷേമ വകുപ്പ് മന്ത്രി, ഗ്രാമവികസന വകുപ്പ് മന്ത്രിയായിട്ട് അദ്ദേഹം മന്ത്രിയാകുകയും ചെയ്തു എന്നതാണ് പ്രത്യേകത. ആ കാലത്ത് യൂത്ത് കോൺഗ്രസിൻ്റെ അഖിലേന്ത്യാ തലത്തിലേക്ക് വളരുകയും അദ്ദേഹം ഇന്ദിരാഗാന്ധിയുടെയൊക്കെ പ്രസംഗം ട്രാൻസ്ലേറ്റ് ചെയ്യുകയും ഒക്കെ ചെയ്യുന്ന തരത്തിൽ തുടങ്ങിയ രമേശ് ചെന്നിത്തലയുടെ ഒരു പ്രവർത്തനത്തിൻ്റെ ഒരു നീണ്ട കാലമുണ്ട്. നമ്മളുടെ തന്നെ അയൽ ദേശമായ മാവേലിക്കരയുടെ ചെന്നിത്തലയിൽ കാരനാണ് എന്ന നിലയ്ക്ക്. മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ പ്രവർത്തനത്തിൻ്റെ ഒരു ബാല്യകാലം, പ്രവർത്തനത്തിൻ്റെ ഒരു അദ്ദേഹത്തെ മോൾഡ് ചെയ്തൊരു കാലം കായംകുളത്തായിരുന്നു എന്നും പറയപ്പെടുന്നുണ്ട്. കായംകുളത്തെ കോൺഗ്രസ് പ്രവർത്തകർക്കൊപ്പമായിരുന്നു അദ്ദേഹം ചെറു പ്രായത്തിൽ കാര്യമായിട്ടുണ്ടായിരുന്നു. എന്നാൽ അദ്ദേഹം നേരത്തെ ലിജുവിൻ്റെ കാര്യം പറഞ്ഞതുപോലെ തന്നെ സെൽഫ് മെയ്ഡായി. പക്ഷെ അവിടെ നമ്മളിപ്പോ ഈ നേരെ സ്ഥാനാർത്ഥികളിലേക്ക് കയറുമ്പോൾ
ഈ അതേ ഒരു ട്രാക്ക് റെക്കോർഡുള്ള 2 ചെറുപ്പക്കാരാണ് അദ്ദേഹത്തിനെ നേരിടാൻ അടുത്ത കഴിഞ്ഞ ദിവസം ഒരു ആള് ഒരു വളരെ രസികൻ ആയിട്ടുള്ള എൻ്റെ ഒരു സുഹൃത്ത് പറഞ്ഞാണ് ആ വടക്കം വീരഗാഥ പോലാണ് കാണുന്നത്. ആ വടക്കം വീരഗാഥയിൽ ചന്തുവിന്റെ മുന്നിൽ 2 ചെറുബാല്യക്കാർ നിൽക്കുന്ന പോലെയാണ്. 2 നല്ല ഉശിലുള്ള 2 പോരാളികൾ ആണ് ഈ എതിർ സൈഡിലുള്ളത്. അഖിലേന്ത്യാ നേതാവും CPI-യുടെ സംസ്ഥാന എക്സിക്യൂട്ടീവിലൊക്കെ ഉള്ള സംസ്ഥാന കമ്മിറ്റി അംഗവും നേരത്തെ AIYF-ന്റെ സംസ്ഥാന സെക്രട്ടറി ഒക്കെ ആയിരുന്ന ടി ജിസ്മോൻ ചേർത്തലക്കാരനാണ്. പക്ഷെ അദ്ദേഹത്തിന് ഹരിപ്പാട് പ്രവർത്തന പാരമ്പര്യമുണ്ട്. ആലപ്പുഴ ജില്ലയിൽ വളരെ സജീവമായി തന്നെ ഒരു യുവജനങ്ങളുടെ ആക്ടിവിസ്റ്റുകളിൽ പെട്ടതാണ്. അദ്ദേഹം ചാനൽ ചർച്ചകളിലൊക്കെ വരാറുണ്ട്. പൊതുവെ പരിചിത മുഖമാണ്. LDF-ലെ ഒരു പരിചിത മുഖമാണ് ജിസ്മോൻ, ടി ജിസ്മോൻ. CPI-ക്ക് ആ യുവാക്കളിൽ അവതരിപ്പിക്കാൻ പറ്റിയ നല്ല ഒരു കാൻഡിഡേറ്റ് ആണ്, ക്ലാസ് കാൻഡിഡേറ്റ് ആണ്. ഒപ്പം മത്സരിക്കുന്നത് സന്ദീപ് ബജസ്പതി ഇന്ത്യയുടെ കാൻഡിഡേറ്റ് ആണ്. അദ്ദേഹം ഒരു വളരെ ശ്രദ്ധേയനായിട്ടുള്ള വ്യക്തിയാണ്, മാധ്യമ പ്രവർത്തകനാണ്. നിരന്തരം ചാനൽ ചർച്ചകളെല്ലാം വളരെ സജീവമായി കഴിഞ്ഞ ദിവസം ഒരു വലിയ പോരാളിയാണ്. തീർച്ചയായിട്ടും കഴിഞ്ഞ ദിവസം നരേന്ദ്രമോദിയുടെ പ്രസംഗം പരിഭാഷപ്പെടുത്തിയ അദ്ദേഹമായിരുന്നു. അങ്ങനെയൊക്കെയുള്ള വലിയ ഒരു ഇന്റലക്ച്വൽ ലെവലിൽ നിൽക്കുന്ന എല്ലാ കാര്യത്തിലേക്കും നല്ല കാഴ്ചപ്പാടുള്ള ഒരു ഇത്. അപ്പം രമേശ് ചെന്നിത്തലയ്ക്ക് പോരുന്ന 2 എതിരാളികൾ. രമേശ് ചെന്നിത്തല ഒരു മത്സരം ഈസായിട്ടാണ് പൊതുവെ പലരും പറയപ്പെടുന്നത്. ഈ എല്ലാ വന്ന പ്രീ പോൾ സർവേകളിലും മറ്റും എല്ലാം ആലപ്പുഴ ജില്ലയിൽ UDF-ന് ഉറപ്പായി പറയപ്പെടുന്ന ഒരേ ഒരു മണ്ഡലം ആണ് ഹരിപ്പാട്. കുറെ തെരഞ്ഞെടുപ്പുകളിലായിട്ട് അങ്ങനെയാണ്. ഈ 9 മണ്ഡലങ്ങളിൽ എപ്പോഴും ആ UDF-ന്റെ പക്കൽ നിൽക്കുന്ന ഒരു മണ്ഡലമാണ് ഹരിപ്പാട്. ആ നിലയ്ക്കാണ് പറയുന്നത്. പക്ഷേ ഒരു മൃഗീയമായ അതല്ലെങ്കിൽ ഒരു വലിയ ഒരു ഭൂരിപക്ഷത്തിന് അല്ല അദ്ദേഹം ഈ ഒരു ടേമിലും തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ളത് എന്നതാണ് വാസ്തവം. വലിയ കയറ്റിയിറക്കങ്ങളുണ്ടായിട്ടുണ്ട്. 2ാം വരവിൽ അദ്ദേഹം 2011 മുതലാണ് പാർലമെന്റിൽ നിന്ന് തിരിച്ച് നിയമസഭയിലേക്ക് മത്സരിക്കാൻ തുടങ്ങുന്നത്. 2011 മുതലാണ്. ആ 2011 മുതൽ അദ്ദേഹം മത്സരിച്ച എല്ലാ തെരഞ്ഞെടുപ്പിലും നേരിയ ഭൂരിപക്ഷമാണ് പലപ്പോഴും അദ്ദേഹത്തിന് ലഭിച്ചിട്ടുള്ളത്. 5000, 6000 ആ റേഞ്ചിലാണ് അദ്ദേഹത്തിന് ഭൂരിപക്ഷം ലഭിച്ചിട്ടുള്ളത്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം ഇപ്പോഴത്തെ മന്ത്രിയായിട്ടുള്ള P. പ്രസാദിനെയായിരുന്നു നേരിട്ടത് അല്ലേ? അതെ. അങ്ങനെ ഒരു ഘട്ടത്തിൽ നല്ല ഒരു മത്സരം നടന്ന 2011 മാർജിൻ 5520. അതും ഇതുപോലൊരു CPI-യുടെ സീറ്റാണത്. CPI ആണ് കുറച്ചു കാലമായിട്ട് അവിടെ മത്സരിക്കുന്നത്. LDF-ൽ കൃഷ്ണപ്രസാദ് ആയിരുന്നു. കൃഷ്ണപ്രസാദും ഈ ടി ജിസ്മോന്റെ അതേ ട്രാക്കിലുള്ള ആളാണ്. AIYF-ന്റെ നേതാവായിരുന്നു അന്ന്. പിന്നെ പ്രവീൺ കുമാർ മത്സരിച്ചിരുന്നു. അപ്പോൾ ഈ അദ്ദേഹത്തെ നേരിട്ട ആളുകളെല്ലാം തന്നെ പ്രഗത്ഭരായ ആളുകൾ നേരിട്ടുവെങ്കിലും രമേശ് ചെന്നിത്തലയ്ക്ക് ഹരിപ്പാട് നിയോജക മണ്ഡലവും ആയി അങ്ങനത്തെ ഒരു ആത്മബന്ധം എന്നതുകൊണ്ട് അദ്ദേഹത്തിന് വലിയ സാധ്യത കൽപ്പിക്കപ്പെടുന്നുണ്ട് ഹരിപ്പാട്. അങ്ങനെയാണ്. പക്ഷെ മത്സരം വളരെ കഠിനമാണ് എന്നാണ് നമ്മൾക്ക് ഫീൽഡ് റിപ്പോർട്ടിൽ നിന്ന് ഇപ്പം ഇന്ന് തന്നെ നമ്മൾ ഇത് ചിത്രീകരിക്കുന്ന ദിവസം തന്നെ നമ്മൾ ഹരിപ്പാട് മണ്ഡലം നടത്തി. അതിൽ NDA സംബന്ധിച്ചിടത്തോളം NDA വലിയ ആത്മവിശ്വാസം അവർ പ്രകടിപ്പിക്കുന്നുണ്ട്. സന്ദീപ് ബജസ്പതി ഹരിപ്പാട്ടേക്ക് മത്സരിക്കാൻ വന്നത് എന്തിനാണ് എന്ന് ചോദിച്ചപ്പോൾ തന്നെ അദ്ദേഹം പറഞ്ഞത് അദ്ദേഹത്തിന് വിചാരിച്ചതുപോലെയല്ല, ചെങ്ങന്നൂരിനേക്കാൾ പ്രതീക്ഷ വെക്കുന്നു എന്നാണ് അവിടത്തെക്കുറിച്ച് പറഞ്ഞത്. മണ്ഡലത്തെ സംബന്ധിക്കുകയാണെങ്കിൽ ഹരിപ്പാട് നഗരസഭയും ഏതാണ്ട് 10ഓളം പഞ്ചായത്ത് വലിയ ഒരു ജൂറിസ്ഡിക്ഷൻ അതിനുണ്ട്. ആറാട്ടുപുഴ, പിന്നെ ചേപ്പാട്, ചെറുതന, ചിങ്ങോലി, കാർത്തികപ്പള്ളി, കരുവാറ്റ, കുമാരപുരം, മുതുകുളം, പള്ളിപ്പാട്, തൃക്കുന്നപ്പുഴ ഇങ്ങനെ കിടക്കുകയാണ്. അപ്പം ഈ ഹരിപ്പാട് മണ്ഡലത്തിന് ഒരു പ്രത്യേകത, നമ്മുടെ തീരദേശം, നീണ്ട കോസ്റ്റൽ ബെൽറ്റ് ഉണ്ട്, തീരദേശം. ആ തീരദേശം വളരെ വളരെ ശ്രദ്ധേയമായൊരു തീരദേശമാണ്. പാരിസ്ഥിതിക ലോല പ്രദേശം ആയിട്ടുള്ള ഈ പറഞ്ഞ പോലെ ആറാട്ടുപുഴ വരുന്ന ഒരു പ്രദേശമാണ്. കമ്മ്യൂണിറ്റി ബാലൻസ് പറയുകയാണെങ്കിൽ അവിടെ ഈ ധീവര സമുദായം വളരെ ശക്തമായിട്ടുള്ള
കോസ്റ്റൽ ബെൽറ്റിൽ ധീവര സമുദായം അതോടൊപ്പം തന്നെ അപ്പർ കുട്ടനാടിന്റെ ഒരു നല്ല പ്രദേശം കൂടിയുണ്ട്. വരുന്നുണ്ട്. അത് കർഷകരുണ്ട്, മത്സ്യത്തൊഴിലാളികളുണ്ട്, കയർ തൊഴിലാളികളുണ്ട്. പൊതുവേ ഒരു നമ്മുടെ സാമ്പത്തിക ശ്രേണിയിൽ ദരിദ്രരായിട്ടുള്ള ആളുകൾ കൂടുതലുള്ള തൊഴിലാളി സാധാരണ അതെ വളരെ ദരിദ്രരായ മനുഷ്യർ അധികം താമസിക്കുന്ന ഒരു സ്ഥലം കൂടിയാണ് ഹരിപ്പാട് നിയോജക മണ്ഡലം എന്ന് പറയുന്നത്. ഈ അവിടുത്തെ ഒരു ഹരിപ്പാട് നിയമസഭാ നിയോജക മണ്ഡലത്തിൽ പെടുന്നതാണ് ഈ പറഞ്ഞ പോലെ തീരദേശമാകുമ്പോൾ എപ്പോഴും ഒരു അൺട്രസ്റ്റ് ആയിട്ടുള്ള ഒരു സ്ഥലമാണ് ഈ തീരദേശ മേഖല. അതെ, നല്ലതായിട്ടൊരു എപ്പോഴും കടൽ കയറ്റം അതുപോലെ എപ്പോഴും അവര് സമരരംഗത്താണ്. അത് വളരെ സെൻസിറ്റീവാണ് ആളുകൾ അവരുടെ. അടുത്തിടയ്ക്ക് തന്നെ ഒരു 500 കോടി രൂപയുടെ ഒരു പദ്ധതി പ്രഖ്യാപിച്ചിട്ടുണ്ട്, കടൽ ഭിത്തി നിർമ്മാണം. പക്ഷേ അതിൽ ഈ പറഞ്ഞ പോലെ അവിടെ ഏറ്റവും വലിയ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ സർക്കാരും ഈ പറഞ്ഞ പോലെ അതൊരു കോൺഫ്രണ്ടേഷൻ ഈ തമ്മിലൊരു ഇതിലേക്ക് പോയിട്ടില്ല അവിടെ. അപ്പോഴത് അവർക്കെല്ലാം അത് ഇവരെ രക്ഷപ്പെടുത്തി എടുക്കണം എന്നുള്ളൊരു ഇതാണ്. സാധ്യതകൾ പറയുകയാണെങ്കിൽ അവിടെ നേരത്തെ സൂചിപ്പിച്ച നഗരസഭ UDF-നാണ്. അതുപോലെ തന്നെ അതേസമയം NDAക്ക് ഒരു പഞ്ചായത്തുണ്ട് എന്നതാണ് ഈ ഹരിപ്പാടിൽ നിന്നുള്ള കൗതുകരമായ ഒരു കാര്യം. കാർത്തികപ്പള്ളി പഞ്ചായത്ത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ വളരെ അതിശയകരമായി 6 സീറ്റ് പിടിച്ചുകൊണ്ട് NDA അധികാരത്തിൽ വരികയുണ്ടായി. ഈ ഹരിപ്പാട് പഞ്ചായത്തുകൾ ഭൂരിപക്ഷം UDF-നാണ്. കായംകുളത്തെ പോലെ തന്നെ ഒരു ട്രെൻഡ് ഹരിപ്പാടും ഉണ്ടായിരുന്നു ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 2024. അതെ, ലോക്സഭ അതുകൂടി നമുക്ക് സൂചിപ്പിക്കേണ്ടതുണ്ട്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 2ാം സ്ഥാനത്ത് വന്ന സ്ഥലമാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ശോഭാ സുരേന്ദ്രൻ 2ാം സ്ഥാനത്ത് വന്ന സ്ഥലമാണ് ഹരിപ്പാട് എന്ന് പറയുന്നത്. അവിടെ AM ആരിഫ് 3ാം സ്ഥാനത്തായിരുന്നു. ആ നിലയ്ക്ക് NDAയ്ക്കും കാര്യമായ വോട്ട് പ്രതീക്ഷിക്കുന്ന NDA അവരുടെ ഒരു A ക്ലാസ് മണ്ഡലത്തിൽ പെടുത്തിക്കൊണ്ടാണ് ഹരിപ്പാടിനെ ഇത് ചെയ്തിരിക്കുന്നത്. പക്ഷേ ശക്തനായ ഒരു എതിരാളിയാണ് അവിടെ ഉള്ളത് എന്നതാണ് NDAയ്ക്ക് വിഘാതമായി നിൽക്കുന്ന ഒരു ഘടകം എന്നുള്ളത്. അതുകൊണ്ട് നേരിയ മേൽക്കൈ തീർച്ചയായിട്ടും രമേശ് തന്നെ ഉണ്ട്. പക്ഷേ അവിടെ ആണെങ്കിൽ പോലും ഒട്ടും കുറവല്ലാത്ത രീതിയിലാണ് മറ്റ് 2 പേര് നിൽക്കുന്നത്, ഈ കട്ടക്ക് നിൽക്കുക എന്നൊക്കെ പറയുന്നത്. നല്ല മത്സരം അവിടെ കാഴ്ചവെക്കുന്നുണ്ട് LDF ആണെങ്കിലും NDA ആണെങ്കിലും. അതേസമയം ആദ്യം തന്നെ പറഞ്ഞതുപോലെ രമേശ് ചെന്നിത്തലയ്ക്ക് നേരിയ എഴുച്ചുണ്ട്. പിന്നെ നമ്മുടെ ഓണാട്ടുകരയിലെ നമ്മുടെ സമീപ നിയോജക മണ്ഡലമായിട്ടുള്ള കരുനാഗപ്പള്ളിയാണ്. നമ്മുടെ ഓച്ചിറ പ്രദേശം അടക്കം വരുന്ന കരുനാഗപ്പള്ളിയിൽ CR മഹേഷാണ് അവിടുത്തെ സ്ഥാനാർത്ഥി. താര ആണ് പിന്നെ LDF-ൻ്റെ കാൻഡിഡേറ്റ് ആയിട്ടുള്ളത്. ജിതിൻ ദേവാണ് അവിടുത്തെ NDA കാൻഡിഡേറ്റ് ആയിട്ടുള്ളത്. അതിൽ അവിടെയും നല്ല CR മഹേഷിനെ കുറിച്ച് അദ്ദേഹത്തിന് മികച്ച MLA ആയിട്ട് പേരെടുത്ത ഒരാൾ എന്ന നിലയ്ക്ക് UDF-ന് ആണ് എല്ലാവരും ഒരു എല്ലാ പ്രീപോൾ സർവേയും UDF അനുകൂലമായിട്ടാണ് കരുനാഗപ്പള്ളിയെ സംബന്ധിച്ച് പറയുന്നത്. എങ്കിലും നല്ല മത്സരമാണ് അവിടെ, നല്ല മത്സരം കാഴ്ചവെച്ചിട്ടുണ്ട്. ഇതാണ് ഓണാട്ടുകരയുടെ തെരഞ്ഞെടുപ്പ് വിശേഷം. നമ്മുടെ അതിന്റെ കൂട്ടത്തിൽ പറഞ്ഞു പോകേണ്ട ഒരു മണ്ഡലമാണ് ചെങ്ങന്നൂര്. ഈ പറഞ്ഞ സജി ചെറിയാനാണ് അതെ ഈ LDF-ന്റെ സ്ഥാനാർത്ഥി, മന്ത്രിയായിരുന്നു. ഈ സജി ചെറിയാന്റെ എതിര് എബി കുര്യാക്കോസ്, MV ഗോപകുമാറാണ് അവിടുത്തെ NDAയുടെ കാൻഡിഡേറ്റ്. അതാണ് എബി കുര്യാക്കോസ്. ഒരു സജീവ പ്രവർത്തനം ജില്ലാ പഞ്ചായത്തിലേക്ക് മത്സരിച്ച ആളാണ്. ആ നിലയ്ക്ക് പിന്നെ എബി കുര്യാക്കോസ് കാര്യമായ മത്സരം കാഴ്ചവെക്കുന്നു എന്നാണ് പറയുന്നത്. പക്ഷേ സജി ചെറിയാൻ ഒരു ആധികാരികത രണ്ടാമത്തെ സംബന്ധിച്ചാൽ അവിടുന്ന് തന്നെ തെരഞ്ഞെടുത്ത് അവിടുത്തെ ഒരു മന്ത്രിയായി മാറി എന്നുള്ളതും അദ്ദേഹത്തിന്റെ ഒരു മേൽക്കൈയാണ്, അദ്ദേഹത്തിന്റെ പ്ലസ് ആണ്. പക്ഷേ നല്ല മത്സരമാണ് അവിടെ, നല്ല മത്സരം. ഈ MV ഗോപകുമാറും ഈ 3 പേരും ഈ ചെങ്ങന്നൂരിൽ തന്നെ അതെ നല്ല രീതിയിൽ പൊതുപ്രവർത്തനം നടത്തുന്ന ആൾക്കാരാണ്. കാര്യമായ മത്സരം നടക്കുന്നത്. ഏതായിരുന്നാലും ഓണാട്ടുകര വളരെ ഈ തെരഞ്ഞെടുപ്പിൽ നിർണായകമായ സ്വാധീനം ചെലുത്തുന്ന LDF-നും UDF-നും ഏതാണ്ട് സമാസമം അല്ലേ നിൽക്കുന്ന സമയമാണ്. എന്നാലും നേരിയ മേൽക്കൈ കരുനാഗപ്പള്ളി കരുനാഗപ്പള്ളിയും ഹരിപ്പാടും UDF-നൊപ്പം നിൽക്കുമ്പോൾ നിലവിൽ കായംകുളവും മാവേലിക്കരയും LDF-നൊപ്പമാണ്. ആലപ്പുഴ ജില്ലയാണ് കൂടുതലും നമ്മുടെ ഓണാട്ടുകരയിൽ നമ്മൾ ഫോക്കസ് ചെയ്ത. എന്നാൽ തോട്ടപ്പള്ളി സ്പിൽവേ മുതൽ നീണ്ടകര പാലം വരെയാണ് ഓണാട്ടുകര എന്നാണ് പല ചരിത്രകാരന്മാരും പറയുന്നത്. അപ്പോൾ ആ നിലയ്ക്ക് നോക്കിയാൽ വളരെ ഒരു നല്ല മത്സരമാണ്. ഏതായാലും ഈ കുറി ഈ മത്സരം നല്ല കടുത്ത മത്സരമാണ് എല്ലാ മണ്ഡലങ്ങളിലും നടക്കുന്നത്. എല്ലാ സ്ഥാനാർത്ഥികളും എന്താ പറയുക പിന്നോട്ട് നിൽക്കുന്നില്ല.
ഏതായാലും ഇർഷാദ് ശ്രദ്ധിച്ചോ, ഈ സോഷ്യൽ മീഡിയയും PR ടീമുകളൊക്കെ സാധാരണ രീതിയിൽ ഈ വലിയ മുന്നണികൾ മാത്രമേ, ഈ വലിയ പ്രധാനപ്പെട്ട മുന്നണികൾ മാത്രമേ അതിൽ ഈ കൂടുതൽ കഴിഞ്ഞ 2025 പിന്നെ തെരഞ്ഞെടുപ്പിൽ, അവസാന തദ്ദേശ സ്വയംഭരണ സ്ഥാപന തെരഞ്ഞെടുപ്പിൽ വരെ പ്രധാന മുന്നണികളൊക്കെ ഈ പറഞ്ഞു. പക്ഷേ ഇപ്പോൾ അങ്ങനെയല്ല. ഈ 3 മുന്നണികളും ശക്തമായിട്ട് ഈ സ്ട്രാറ്റജികളെല്ലാം പ്രയോഗിക്കുന്നുണ്ട്. ഏതായാലും കാത്തിരുന്ന് കാണാം. തെരഞ്ഞെടുപ്പ് ദിവസം എല്ലാവരും പിന്നെ നമ്മുടെ ആലപ്പുഴ ജില്ലയിൽ ഏകദേശം 16 ലക്ഷത്തോളം വോട്ടർമാരുണ്ട്. സ്ത്രീ വോട്ടർമാരാണ് കൂടുതൽ ഡിസൈഡിങ് ഫാക്ടർ അവരാണ്. അപ്പം അവർ തീരുമാനിക്കും തീർച്ചയായിട്ടും. അതുപോലെ തന്നെ ശ്രീനി പറഞ്ഞ് അവസാനിപ്പിച്ചെടുത്തുള്ള സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത് ഈ തെരഞ്ഞെടുപ്പിലെ ഏറ്റവും പ്രധാനപ്പെട്ട സോഷ്യൽ മീഡിയ ഇത്രയും സജീവമായതിനു ശേഷം നടക്കുന്ന അത് 2 രീതിയിൽ തെരഞ്ഞെടുപ്പിന് AI കൂടി വന്നതോടുകൂടി അത് തന്നെയുമല്ല, തെരഞ്ഞെടുപ്പിൽ 2 രീതിയിലും അത് ആറ്റം ബോംബ് പോലെ ആയിരിക്കുകയാണ്. സത്യാനന്തര കാലം എന്നൊക്കെ പറയുന്നത് ഇപ്പോൾ ഡീപ് ഫേക്കിന്റെ കാലമാണ്. സത്യാനന്തരം പോലുമല്ല, നമുക്ക് ഒന്നും യാഥാർത്ഥ്യമാണ് എന്ന് വിശ്വസിക്കുക. എന്താണ് യാഥാർത്ഥ്യം? സോഷ്യൽ മീഡിയയിലുള്ള ഈ ആക്ഷേപം, ആ രീതിയിലുള്ള ഇത് അതിനെ മലീമസമാക്കുകയും ചെയ്യുന്നുണ്ട്. പിന്നെ ഈ പറഞ്ഞ പോലെ കഴിഞ്ഞ ദിവസം നമ്മൾ പറയുന്ന പോലെ ഈ പറഞ്ഞ പോലെ എല്ലാവരും ക്യാമറമാന്മാരും എല്ലാവരും അവനവൻ പബ്ലിക്കേഷൻസ് ആണ്. അപ്പൊ എല്ലാവർക്കും അത് പക്ഷേ വലിയൊരളവ് വരെ നല്ല പരിധി വരെ വോട്ടർമാരെയൊക്കെ സ്വാധീനിക്കുന്നുണ്ട് എന്ന് വേണമെങ്കിലും കരുതാം. ഏതായിരുന്നാലും ചരിത്രത്തിൽ ഏറ്റവും വാശിയേറിയ തെരഞ്ഞെടുപ്പാണ് കേരളം നേരിട്ടുകൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ച് ഓണാട്ടുകര. ശുഭപ്രതീക്ഷയോടെ നമുക്ക് ഏറ്റവും മികച്ച ജനപ്രതിനിധികളെ ലഭ്യമാവട്ടെ. നല്ല കാഴ്ചപ്പാടുള്ള നമ്മുടെ സമൂഹത്തെ മുന്നിൽ നിന്ന് നയിക്കാൻ പ്രാപ്തരായ ജനങ്ങളുടെ ഹിതമനുസരിച്ച് ജനാഭിലാഷം നിറവേറ്റപ്പെടുന്ന നേതാക്കൾ നമുക്ക് തെരഞ്ഞെടുക്കപ്പെടാനും അവർ പുതിയ തലമുറയ്ക്കായിട്ട് പ്രവർത്തിക്കുന്ന ഒരു ജൻസിയെ അഡ്രസ് ചെയ്യുന്ന നല്ല ജനപ്രതിനിധികൾ, നല്ല ചുറിയുറുക്കുള്ള ജനപ്രതിനിധികളാണ് നമുക്ക് ആവശ്യം. അതിനുവേണ്ടി നമ്മൾ പ്രതീക്ഷിക്കാം. നമ്മുടെ സമ്മതിദാന അവകാശം വിനിയോഗിക്കുക. അപ്പോൾ കാസ്റ്റോട് അവസാനിപ്പിക്കാം. ഓക്കെ, നമസ്കാരം.